കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. परमेश्वर ने जो मनोहर समय दिया है इसलिए मैं परमेश्वर का धन्यवाद करता हूँ। ഈ ആത്മീയ യോഗം ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ബഹുമാനരായ എല്ലാ കർത്താവിന് വേലക്കാർ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. इस प्रार्थना को अगुवाई करने वाले सभी के प्रभु के दास, सभी प्रभु के दास और दासियां और जितने भी परिवार वाले जुड़े हैं यहाँ पे, उन सबका मैं इस अधिवेक सुबह में आपका स्वागत करता हूँ। ആത്മാവിൽ നാം ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കുകയായിരുന്നല്ലോ. आत्मा में हम मिलकर परमेश्वर की स्तुति और आराधना कर रहे थे अब तक। ഞങ്ങൾ രാവിലെ മറ്റൊരു മീറ്റിംഗിൽ ദൈവത്തെ പാടി ആരാധിച്ചു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വീണ്ടും ആയിരിപ്പം കർത്താവിടെ ആക്കിയല്ലോ. सुबह सुबह हम लोग एक दूसरे मीटिंग से आराधना करके सीधा यहाँ आपके सम्मुख आए हैं। അവയ്ക്ക് എത്ര ആനന്ദമുള്ള അനുഭവങ്ങളാണ് ദൈവത്തെ ഒരുമിച്ച് പാടി ആരാധിക്കുക രാവിലെ ഉണർന്ന് എന്നുള്ളത്. कितने आनंद की बात है कि सुबह अधिवेक में उठ के परमेश्वर की आराधना करना। നമ്മെ പോലെ ഭാഗ്യം ലഭിച്ച മറ്റൊരു കൂട്ടർ വേറെ ഇല്ല. हमारे तरह भाग्यशाली एक जुट कहीं और नहीं है। वो ജീവിക്കുന്ന ദൈവത്തെ പാടി ആരാധിക്കുക എന്നുള്ളത്. जीवित परमेश्वर की हम आराधना करते हैं। നാം സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും സൗഖ്യമുള്ള സമയത്തുമെല്ലാം ദൈവത്തെ പാടി ആരാധിക്കുന്നു. हम दुख में सुख में चाहे जिस भी परिस्थिति में हम हो, हम परमेश्वर की आराधना करते हैं। ആമേ. നമ്മുടെ കുടുംബാംഗങ്ങൾ വേദനയാൽ പ്രയാസപ്പെടുമ്പോഴും നാം ദൈവത്തെ പാടി ആരാധിക്കുന്നു. हमारे परिवार वाले, हमारा जितने भी साथी हैं, सब दुख में गुजर रहे होते हैं, तब भी हम परमेश्वर की आराधना ഒരു करते हैं। ഭാഗത്ത് ആരാധനയ്ക്ക് വിരോധമായി ശത്രു ശക്തമായി വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നു. एक तरफ शत्रु विरोधी इस सुसमाचार के सेवकाई के विरुद्ध कई सारे चाल चलते हैं, उसकी दूसरी तरफ हम लोग परमेश्वर की स्तुति और आराधना करते रहते हैं। ഈ ആത്മീയ കൂട്ടായ്മയ്ക്ക് വേദപുസ്തകത്തിൽ വലിയ സ്ഥാനമുണ്ട്. इस आत्मिक जो सम्मेलन है, उसका संगति है, उसका परमेश्वर के वचन में बहुत ही बड़ा एक सहभागिता है। ആമേ. നാം ഒരുമിച്ച് ഇപ്രകാരം ചേരുന്നതിന് പുറകിൽ വലിയ ദൈവിക പദ്ധതിയുണ്ട്. हम सब जो मिलकर ये संगति करते हैं, इसके पीछे परमेश्वर की बहुत ही बड़ी एक योजना है। നമുക്കറിയാം, ആദ്യ അധ്യായങ്ങളിൽ വേദപുസ്തകത്തിന്റെ അധ്യായങ്ങൾ മുതൽ നോക്കുമ്പോൾ ഈ കൂട്ടായ്മ എന്നുള്ളത് ഒരു വലിയ ദൈവിക പദ്ധതിയാണ്. बाइबल के पुस्तक के पहले पुस्तकों में ऐसा बताया गया है कि जो परमेश्वर की संगति है, उसको कई मायनों में आगे बढ़ाया गया है। നാമും ദൈവവുമായുള്ള കൂട്ടായ്മ, हम लोग और परमेश्वर की संगति, और നമ്മൾ തമ്മിൽ തമ്മിൽ കൂട്ടായ്മ ആചരിക്കുന്നു. और हम लोग आपस में जो संगति निभाते हैं वो ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് ഇന്ന് രാവിലെ നാം ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. परमेश्वर की योजना थी, इसलिए हम आज आप और हम मिलके इस संगति में बैठे हैं। അതുകൊണ്ട് ഞാൻ കർത്താവിനെ ഞങ്ങൾ ചേർന്ന് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അവസരം നൽകുന്ന ദൈവദാസന്മാരോടും ഈ ആത്മീക പ്രസ്ഥാനത്തോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. इसलिए मैं परमेश्वर का धन्यवाद करता हूँ, जितने प्रार्थना सभा को अगुवाई करते हैं और जिन्होंने मुझे मौका दिया आपके सम्मुख वचन बांटने का। ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ അതിരാവിലെ ഉണർന്ന് കർത്താവിനെ പാടി ആരാധിക്കുന്നു. പല പ്രായത്തിലുള്ളവർ, പല ഉത്തരവാദിത്വങ്ങളുള്ളവർ, ലോകവുമായി നാം ബന്ധപ്പെടുന്നതിന് മുമ്പ് നാം ദൈവസന്നിധിയിൽ സമയത്തെ വേദനിക്കുന്നല്ലോ. आमीन। सुबह उठ के परमेश्वर की उपस्थिति में बैठ के दुनिया में जितने भी काम हो, वो उसको दिन से पहले करके सबसे पहले परमेश्वर की स्तुति और आराधना करना मनोहर वाली बात है। ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകൾ നാം ദൈവത്തെ പാടി ആരാധിക്കുന്നു. आमीन। दिन का एक दिनचर्या का पहले के कुछ घंटे हम परमेश्वर के सम्मुख बिताते हैं। നമുക്കറിയാം, വേദപുസ്തകത്തിലെ കൂട്ടായ്മയുടെ പ്രാധാന്യം വളരെ महत्वമുള്ള കാര്യമാണ്. हम जानते हैं कि बाइबल की जो पुस्तक की जितने भी संगति हैं, वो कितने मायने रखती हैं। അതുകൊണ്ട് ഇന്ന് രാവിലെ കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് അല്പസമയം ചിന്തിക്കാം. इसलिए हम आज के दिन एक संगति के बारे में, जो इकट्ठा होने का जो एक समूह है, उसके बारे में हम आज सीखेंगे। പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അഭിഷിക്തന്മാരിൽ നൽകിയ വലിയ ആത്മീക ചിന്തയാണ് ഇതുപോലെ രാവിലെ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. परमेश्वर ने अपने अभिषिक्तों को एक बहुत बड़ी एक आज्ञा दी, एक बहुत बड़ी एक जिम्मेदारी दी है, जिससे वो इकट्ठा होते हैं और संगति करते हैं। ഈ ആത്മീയ യോഗത്തിന്റെ പുറകിൽ വലിയ ദൈവിക പദ്ധതിയുണ്ട്. इस आत्मिक जो संगति के पीछे परमेश्वर की बहुत ही बड़ी योजना है। അതുകൊണ്ട് ആമേൻ, നാം ഈ കൂടി വന്നിരിക്കുന്ന ദൈവത്തിന്റെ മുൻ പദ്ധതിയാകയാൽ ദൈവത്തിന് സ്തോത്രത്തോടെ ദൈവം ഭാഗമായിരിക്കാം. आमीन। इसलिए हम लोग यहाँ बैठे हैं, इस हमारे बैठने के पीछे परमेश्वर की बहुत ही बड़ी योजना है, इसलिए हम परमेश्वर का धन्यवाद करेंगे। കർത്താവിന്റെ ഇഷ്ടം ഇതാണ്, നാം ഇതുപോലെ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുക. परमेश्वर की यही इच्छा है कि हम लोग इस तरह मिलजुल कर एक संगति करके रखें। വിശ്വസിച്ചവർ ഏകമനസ്സോടെ കൂടി വന്നു എന്ന് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നു. विश्वास किए सभी जन इकट्ठा हुए, हम इसे नए नियम पढ़ते हैं। പഴയ നിയമത്തിന്റെ പല അധ്യായങ്ങൾ നമുക്കറിയാം, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവമക്കൾ ഒരുമിച്ച് കൂടി. हम जानते हैं पुराने नियम में कई बार हम लोग देखते हैं कि परमेश्वर की उपस्थिति
उपस्थिति को जानने के लिए कई लोग संगति करते थे। വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ വിശുദ്ധന്മാർ പഴയ നിയമത്തിലുണ്ട്. बहुत ही बड़े अद्भुत कार्यों को देखने के लिए कई सारे अभिषिक्त पुराने नियम में एकजुट होकर रहते थे। അതുകൊണ്ട് കൂട്ടായ്മ എന്നുള്ളത് ദൈവിക പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. इसलिए संगति एक शब्द जो हमारे हमारे लिए बहुत ही महत्वपूर्ण एक संगति है। ദൈവമക്കൾ സ്വന്തം നാട് വിട്ട് പ്രവാസത്തിൽ പോയ സമയത്തും ബന്ധുവായ്മ അവർ അവിടെ കൂട്ടായ്മ ആചരിച്ചിരുന്നു. अपने घर को छोड़ के अपने परिवार को छोड़ के बंधुआई में गए थे, वहां भी एक बहुत ही बड़ी संगति को हम देख सकते हैं। ആമേൻ. നമുക്കറിയാം, എന്നാൽ ഈ കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർ വലിയ അപകട അവസ്ഥയിലേക്ക് കടന്നു പോകും. हम जानते हैं कि ये जो हम जिस अगर इस संगति से कोई पीछे हट गया तो बहुत ही बड़ी परेशानी वो आगे फंसने वाला है। പിശാചിന്റെ വലിയ തന്ത്രമാണ് കൂട്ടായ്മകളെ തകർക്കുക എന്നുള്ളത്. शैतान की बहुत ही बड़ी योजना है कि संगतियों को तोड़ने का। കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്നവരെയാണ് ശത്രു തന്റെ വരുതിയിൽ വരുത്തുന്നത്. संगति से पीछे हट गए या फिर अकेले चल रहे हैं, उन्हीं लोग को शैतान अपना जंगल में फंसाता है। അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് കൂട്ടായ്മ എന്നുള്ളത്. इसलिए परमेश्वर की बहुत ही बड़ी योजना है कि संगति। കർത്താവ് നമ്മോട് കൂടെ ഒരുമിച്ച് കൂട്ടായ്മയിൽ ഏത് സമയത്തും ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. परमेश्वर हमसे चाहता है कि हम किसी भी समय में परमेश्वर के साथ संगति करें। നമുക്കറിയാം, പഴയ നിയമത്തിലെ വെളിപ്പെട്ട ദൈവം കൂട്ടായ്മയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കി ആ കൂട്ടായ്മയിൽ ചേർന്ന് നിൽപ്പാൻ ആഗ്രഹിച്ച ദൈവമാണ് പഴയ നിയമത്തിൽ നാം കാണുന്ന ദൈവത്തിന്റെ സ്വഭാവം എന്നുള്ളത്. हम जानते हैं पुराने नियम में परमेश्वर का स्वभाव, हम जानते हैं कि परमेश्वर अपने लोगों को किसी भी समय एक संगति रखने के लिए परमेश्वर हमेशा तैयार रहता था। നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ കൂട്ടായ്മ ബന്ധം ആദ്യ അവസാനം നാം കാണുന്നു. हम जानते हैं कि परमेश्वर को जब इस धरती पे आया, यीशु मसीह जब इस धरती पे आया तो बहुत ही बड़ी संगति का हम शुरुआत होते देखते हैं। അതിനുശേഷം കർത്താവിന്റെ പുനരുദ്ധാനത്തിന് അല്ലെങ്കിൽ മരണ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരുമായി കൂടിയിരുന്നു എന്ന് വായിക്കുന്നു. हम जानते हैं कि उसका जो स्वर्गारोहण के पहले चेलों के साथ संगति रखता था। അതിനുശേഷം നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ നമ്മിൽ അയച്ചിട്ട് ആ ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ വന്ന് നാമുമായി കൂട്ടായ്മ ആചരിക്കുന്നു. हम जानते हैं कि पवित्र आत्मा को हम पर भेजा और पवित्र आत्मा और हमारी संगति हम आज भी रखते हैं। അതുകൊണ്ട് വേദപുസ്തകത്തിലെ ദൈവം കൂട്ടായ്മയ്ക്ക് വളരെ ആഗ്രഹമുള്ള ദൈവമാണ്. इसलिए बाइबल का परमेश्वर हमारे लिए संगति बहुत ही मायने रखता है उसके लिए। ഈ കർത്താവിനോട് ചേർന്ന് കൂട്ടായ്മ मनोहर समय मिला है। ഹൃദയം നിറഞ്ഞ് നന്ദിയോടെ നാം ഇന്ന് രാവിലെ ഈ കൂട്ടായ്മയിലായിരിക്കാം. दिल भरकर हम परमेश्वर का धन्यवाद करें और इस संगति में बैठे। നന്ദിയോടെ പറയാൻ, കർത്താവേ, നീ എന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ചതിനായി. परमेश्वर का धन्यवाद रखें कि परमेश्वर का धन्यवाद करें कि हमको इस संगति में रखा। ആമേൻ. നമ്മുടെ കൂട്ടായ്മയിലെ മുഖ്യ അതിഥിയായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നതിനായി സ്തോത്രം പറയാം. हमारे इस संगति का मुख्य अतिथि होने परमेश्वर होने के लिए हम धन्यवाद करते हैं। ആമേൻ. നമ്മുടെ കുടുംബത്തിലെ പ്രധാന അതിഥിയായി നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ കർത്താവ് ഇറങ്ങി വന്നതിനായി സ്തോത്രം പറയാം. हमारे परिवार का एक मुख्य अतिथि के रूप में परमेश्वर हमारे बीच में उतरा है, इसलिए हम परमेश्वर का धन्यवाद ആമേൻ. നമ്മുടെ സഭായോഗങ്ങളിൽ, നമ്മുടെ ആരാധനാ യോഗങ്ങളിൽ, അതുപോലെ നാം വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സകല ആത്മീയങ്ങളിലും ആമേൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവിന്റെ വലിയ പദ്ധതിക്കായി രാവിലെ സ്തോത്രം പറയാം. आमीन। जब भी हम कोई भी सभा में बैठते हैं या फिर किसी भी अभिषिक्त के साथ हम लोग बैठते हैं तो वहां पे एक संगति होती है, वहां पे ये परमेश्वर की संगति होने के लिए हम परमेश्वर का धन्यवाद करते हैं। വേദപുസ്തകത്തിലെ ദൈവം കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കർത്താവാണ്. परमेश्वर हमारी संगति रखने के लिए परमेश्वर यही चाहता है। ഇന്നത്തെ രാവിലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് आज की सुबह के चिंतन के लिए വളരെ സുപരിതമായ വേദാംശം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. हम बहुत ही सुपरिचित हम पढ़ेंगे അപ്പോസ്തലരുടെ പുസ്തകം प्रेरितों के काम 1-ാം അധ്യായത്തിന്റെ उसका पहला अध्याय का 4-ാമത്തെ വാക്യം. चौथी आयत। വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. इसमें ऐसा पढ़ते हैं, और उनसे मिलकर उन्हें आज्ञा दी, यरूशलेम को ना छोड़ो परंतु पिता की इस प्रतिज्ञा की पूरे होने की बाट जोते रहो। വായിക്കുന്നു, അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ. हम पढ़ते हैं कि उनसे मिलकर उन्हें आज्ञा दी। അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ. हम पढ़ते हैं कि उनसे वो मिलकर। എല്ലാവരും വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ വളരെ ധ്യാനത്തോടെ അല്പസമയം നമുക്ക് ആ വാക്യം ഒന്ന് ധ്യാനിക്കാം. सभी इस चौथी आयत का पहला कुछ शब्दों पर अपना गौर करेंगे। അവൻ वो അവരുമായി उनसे मिलकर
കൂടിയിരിക്കുമ്പോൾ मिल അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ वह उनसे मिलकर അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ वो उनसे मिलकर ഇന്ന് രാവിലെ ആമേൻ ഈ വാക്യങ്ങൾ ആവർത്തിച്ച് നാം പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ കൂട്ടായ്മയിലിരിക്കും. इस शब्दों को हम आज की सुबह पढ़ कर अपने जीवन में लाएंगे. ആമേൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നാം ഈ വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നാം ആയിരിക്കും. दोबारा बार इस शब्दों को बोल कर हम आज की प्रार्थना सभा में बैठेंगे. അവൻ അവരുമായി കൂടിയിരുന്നു. वह उनसे मिलकर അവൻ അവരുമായി കൂടിയിരുന്നു. वह उनसे मिलकर वहां बैठा. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം परमेश्वर के यीशु मसीह का स्वर्गारोहण के बाद ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം पुनरुत्थान के बाद ആമേൻ സ്വർഗാരോഹണത്തിന് മുമ്പ് स्वर्गारोहण के पहले ശിഷ്യന്മാരുമായി കൂടി ഇരുന്നു എന്ന് വായിക്കുന്നു. हम पढ़ते हैं कि वो अपने चेलों के साथ बैठा. ആമേൻ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ശിഷ്യന്മാരുമായി കൂടിയിരുന്നു. हम पढ़ते हैं कि यीशु पुनरुत्थान होने के बाद अपने चेलों के साथ बैठा. വളരെ ശ്രദ്ധിച്ച് ഈ വാക്യത്തിന്റെ ഘടന അതിന്റെ എഴുതിയ രീതി ഒന്ന് വായിക്കണം. बड़े ही ध्यान से जिस तरीके से इस आयत को लिखा है हम उस पर गौर करेंगे. അവൻ അവരുമായി കൂടിയിരുന്നു. അപ്പോൾ वह उनसे मिलकर वहां बैठा तो അവൻ അവരോട് സംസാരിച്ചു. वह उन्हें आज्ञा दी. അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. उसने उन्हें आज्ञा दी यरूशलेम को ना छोड़ो परंतु पिता की उस प्रतिज्ञा के पूरे होने की बाट जोते रहो. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്യമാണ്. എല്ലാവർക്കും കാണാപ്പാഠം അറിയാവുന്ന വാക്യമാണ്. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 4-5 വാക്യങ്ങൾ. बहुत ही सुपरिचित एक आयत है. हम सबको इस बिन देखे इस आयत को हम बोल सकते हैं. ऐसा हम लोग इस आयत को जानते हैं. ഈ വാക്യം വലിയ ഒരുപാട് അത്ഭുതങ്ങൾ മറഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ ഹൃദയം തുറന്നു കാണിക്കുന്ന വാക്യമാണ് 4-5 വാക്യങ്ങൾ. 5-ാം വാക്യം हम पढ़ते हैं, हम जानते हैं कि ये चौथी और 5वीं आयत पर यीशु मसीह के हृदय को पूरा खोल के दर्शाती है कि वो किस परिस्थिति में था. ശിഷ്യന്മാരുടെ ഭാവിയെ കുറിച്ച് കർത്താവ് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ഇവിടെ अपने चेलों के अपने शिष्यों के भविष्य के बारे में यीशु मसीह इस दोनों पदों में बताता है. എന്നാൽ അതിന് തൊട്ടു മുമ്പ് യേശു അവരുമായി കൂടിയിരുന്നു എന്നാണ് നാം വായിച്ചത്. इससे थोड़े ही पहले हम देखते हैं कि यीशु मसीह उनसे मिलकर वहां बैठा. ഈ വാക്യം എഴുതുന്നതിന് മുമ്പ് ഏകദേശം 3.5 വർഷം മുമ്പ് യേശു ശിഷ്യന്മാരെ പലയിടങ്ങളിൽ നിന്ന് വിളിച്ചതാണ്. हम जानते हैं कि इस परिस्थिति के 3.5 साल पहले यीशु मसीह अपने चेलों को इकट्ठा कर रहा था. നമുക്കറിയാം ശുശ്രൂഷയ്ക്ക് തൊട്ടു മുമ്പ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച് കർത്താവ് കൂട്ടിച്ചേർത്തു. हम जानते हैं कि यीशु मसीह ने अपनी सेवकाई शुरू करने से पहले कई सारे चेलों को इकट्ठा किया. നമുക്ക് സൂര്യവന വാക്യമുണ്ടല്ലോ, അറിയുന്ന വാക്യമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. हम जानते हैं कि हम बहुत ही सुपरिचित आयत है मरकुस उसके 3 अध्याय का 14वां वचन. 3-ാം അധ്യായം മർക്കോസ് 14-ാമത്തെ വാക്യം. मरकुस उसका 3 अध्याय का 14वां वचन. വാക്യം നമുക്ക് സുപരിചിതമാണ്. യേശു അവരെ വിളിച്ചതിന്റെ ഉദ്ദേശം ഇവിടെ പറയുന്നു. हम जानते हैं इस पदों को हम कई बार पढ़ चुके हैं कि यीशु मसीह ने अपने चेलों को इसलिए बुलाया. അവൻ അവരോട് കൂടെ ഇരിപ്പാൻ. वह उनसे मिलकर बैठने पाए. ആ വചനം പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. जो वचन यीशु मसीह ने सुनाया था उसको भेजने के लिए. और ഭൂതങ്ങളെ പുറത്താക്കുവാൻ. और दुष्टात्माओं को भगाने के लिए. അപ്പോൾ യേശു ശിഷ്യന്മാരെ വിളിച്ചതിന്റെ ഉദ്ദേശം അവനോട് കൂടെ ഇരിപ്പാനാണ്. हाँ, हम जानते हैं कि यीशु मसीह ने अपने चेलों को इसलिए बुलाया कि वो उनके साथ रहे. നാം വായിക്കുന്നു കൂടെ ഇരിപ്പാൻ. हम जानते हैं कि उनके साथ रहे. പ്രസംഗിക്കുവാൻ. प्रचार करने के लिए. ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം നേടുവാൻ. और दुष्टात्माओं को निकलने का अधिकार रखे. അപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചതിന്റെ പുറകിലെ ഉദ്ദേശങ്ങളിൽ പ്രധാനമായതിൽ ഒന്നാണ് അവനോട് കൂടെ ഇരിക്കണം എന്നുള്ളത്. इसलिए शिष्यों को बुलाने का जो कारण था उसमें से एक मुख्य कारण ये था कि उनके साथ रहे. യേശുവുമായി കൂടെ ഇരിപ്പാൻ ശിഷ്യന്മാരെ വിളിച്ചു. अपने शिष्यों को यीशु मसीह ने इसलिए बुलाया कि वो उसके साथ रहे. കൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം.
साथ रहकर कई बातों को सीखना है। യേശു ചെയ്ത കാര്യങ്ങൾ നേരിട്ട് കാണണം. यीशु मसीह ने जो भी कार्य किया है उसको अपने सामने देखने का, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഏറ്റവും അടുത്തിരുന്ന് കേൾക്കണം. स्वर्गराज की चीजों को अपने एकदम करीब होकर देखने पाए। ആ ദൈവത്തിന്റെ പുത്രന്റെ കൂടെ ഇരുന്ന് 3.5 വർഷം ആത്മീക പാഠങ്ങൾ പഠിച്ച് ലോകത്തിൽ അതിശക്തമായ ശുശ്രൂഷ ചെയ്യുവാനായി ദൈവത്താൽ വിളിക്കപ്പെട്ട കർത്താവിന്റെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ. हम जानते हैं कि परमेश्वर के पुत्र के साथ 3.5 वर्ष अद्भुत कार्यों के और आत्मिक पाठ पढ़ने के लिए यीशु मसीह ने अपने शिष्यों को चुना। നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യനായി പിറന്നപ്പോൾ കൂടെ ഇരിപ്പാൻ ഒരു കൂട്ടം ആളുകളെ വിളിച്ചു, മനുഷ്യരെ വിളിക്കുകയാണ്. हम जानते हैं कि जब परमेश्वर का पुत्र यीशु मसीह धरती पर आया तो जब वो आया तो अपने शिष्यों को अपने लिए इकट्ठा किया। ദൈവത്തിന്റെ കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ. परमेश्वर के जो कार्य, अद्भुत कार्य को दिखाने के लिए यीशु मसीह ने जो लोगों को चुना था उसके चेले। അവൻ ഈ ജനം യേശുവിന്റെ കൂടെ ദൈവപുത്രന്റെ കൂടെ ഇരിപ്പാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചത്. ये बहुत ही बड़ा जो झुंड, एक जो झुंड था लोगों का इकट्ठा हुआ था, वो यीशु मसीह के साथ रहने के लिए उसने नियुक्त किया था। എന്നാ വായിക്കുന്നു, യേശുവിന്റെ കൂടെ ഇരുന്നു ഏകദേശം 3.5 വർഷം. हम पढ़ते हैं कि जानते हैं कि वो लोग, वो शिष्य यीशु मसीह के साथ लगभग 3-3.5 साल तक उनके साथ रहे। അതിനുശേഷം കർത്താവിന്റെ ക്രൂശീകരണവും മരണവും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ജനം ചിതറിപ്പോയതും ശിഷ്യന്മാർ ഭയത്തോടിരുന്ന സമയങ്ങളുമായിരുന്നു ക്രൂശീകരണത്തിന്റെ ദിനങ്ങൾ. हम जानते हैं कि यीशु मसीह का क्रूसारोपण और गाड़ा जाना, इस वक्त में सब लोग तितर बितर हो गए और उसके चेले काफी डरे हुए थे उस परिस्थिति में। എന്നാൽ അതിനുശേഷം നാം വായിക്കുന്നു, യേശുവിന് ഉയർപ്പിന് ശേഷവും വീണ്ടും യേശു ശിഷ്യന്മാരെ തിരഞ്ഞ് കൂട്ടായ്മയ്ക്ക് വേണ്ടി ആമേൻ വരികയാണ്. हम जानते हैं कि यीशु मसीह ने जब वो बिखर गया था तो दोबारा यीशु मसीह इकट्ठा करने के लिए आया है। അപ്പോൾ യേശു ശരീരത്തിലായിരുന്നപ്പോഴും കൂട്ടായ്മയ്ക്ക് വേണ്ടി ആളുകളെ വിളിച്ചു. യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷവും ശിഷ്യന്മാരെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു. इससे हम ये देख सकते हैं कि यीशु मसीह जब जिंदा था, जब अपने शारीरिक रूप में था, तब भी वो इकट्ठा लोगों को संगति में इकट्ठा कर रहा था, और अपने पुनरुद्धान के बाद भी यीशु मसीह लोगों को इकट्ठा कर रहा था। അപ്പോൾ നമുക്കറിയാം, യെരൂശലേമിലെ മാളികമുറിയിൽ, യെരൂശലേമിലെ പ്രാർത്ഥനാ റൂമിൽ ഉയർത്തെഴുന്നേറ്റ സ്വർഗീയ ശരീരം ധരിച്ച യേശു വരുന്നു തന്റെ ശിഷ്യന്മാരെ കാണുവാനായി. हमें यरूशलेम के एक प्रार्थना के एक कमरे में यीशु मसीह अपना पुनरुद्धान के बाद एक शरीर अपने शिष्यों के सामने लाता है। നമുക്കറിയാം, ശിഷ്യന്മാർ വളരെ പേടിച്ച് ഭയപ്പെട്ടിരുന്നവരായിരുന്നു. हम जानते हैं कि उसके चेले काफी डरे हुए थे, ആമേ തള്ളിപ്പറഞ്ഞതിന്റെ കുറ്റബോധമുള്ളവർ ആ കൂട്ടത്തിലുണ്ട്. और जो उसको धोखा देते थे वो भी उस झुंड में थे। അതെ, വിശ്വാസം കുറവുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. इसमें जो विश्वास में कमजोर थे वो भी उस भीड़ में थे। ഗത്സമനയുടെ തോട്ടത്തിൽ നിന്ന് ഓടിപ്പോയവർ, ഭയപ്പെട്ടവർ, വാതിലടച്ചിരുന്നവർ, ഇങ്ങനെ പല രീതിയിൽ മാനസിക സംഘർഷത്തിലും വിശ്വാസത്തിന്റെ വലിയ പ്രയാസമുള്ളവരും ഞെരുക്കമുള്ളവരും എല്ലാം ഉള്ള കൂട്ടത്തിൽ യേശു പുനരുദ്ധാന ശരീരവുമായി അതെ ആമേൻ യേശു അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. हमें गत्समनी से जब जितने लोग भागे थे और जितने लोग अपने विश्वास से कमजोर हो गए थे, यीशु मसीह को धोखा दिए थे, वो सब उसी छोटे झुंड में वहां मौजूद थे। ആമേൻ ഈ കൂട്ടത്തിൽ യേശുവും വന്നിരിക്കുന്നു. और इस बड़े झुंड में यीशु भी आ गया है। ഈ ഒരു കൂട്ടായ്മ ഒരു വലിയ അത്ഭുതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണ്. ये जो संगति हम देख सकते हैं, बहुत ही अद्भुत संगति हम जानते हैं। ആമേൻ ഉയർത്തെഴുന്നേറ്റ യേശു ആ പുനരുദ്ധാന ശരീരം പ്രാപിച്ചതിന് ശേഷവും ആമേൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ഏറ്റവും അടുത്തിരുന്ന ദിനങ്ങൾ. यीशु मसीह जी उठने के बाद, अपने पुनरुद्धान के बाद, वो जी उठने वाला शरीर लेके यीशु अपने शिष्यों के साथ बैठने के वो पल, കഴിഞ്ഞ 3.5 വർഷം നമുക്കറിയാം, മാനുഷികമായ ശരീരം, നമ്മെ പോലെയുള്ള ശരീരം ധരിച്ച യേശു ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നു, നടന്നു, ശുശ്രൂഷിച്ചു, പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ആ കൂട്ടായ്മയുടെ ദിനങ്ങൾ. हम जानते हैं कि जब यीशु मसीह अपने शारीरिक रूप में था, हमारी तरह था, 3.5 वर्ष वो अपने शिष्यों के साथ अद्भुत कार्य किया। എന്നാൽ പുനരുദ്ധാനത്തിന് ശേഷവും ആ ദൈവിക മഹത്വത്തെ വീണ്ടെടുത്തതിന് ശേഷവും അവൻ ഇപ്പോൾ തന്റെ പ്രിയ ശിഷ്യന്മാരെ തിരഞ്ഞ് യെരൂശലേമിലെ പ്രാർത്ഥനാ റൂമിലേക്ക് യേശു നടന്നു വരികയാണ്. इसके बाद पुनरुद्धान के बाद यीशु मसीह फिर से अपने शिष्यों को इकट्ठा करके यरूशलेम में वापस आ रहा है। ഈ കൂട്ടായ്മയ്ക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ സ്ഥാനമുണ്ട്. इस संगति को लेकर बाइबल में बहुत ही बड़ी इसकी एक मायने रखने वाली बात है। അവൻ ഈ കൂട്ടായ്മയാണ് ക്രിസ്തീയ ചരിത്രത്തിന്റെ വഴിയെ അവർ നടക്കേണ്ടുന്ന
അവരുടെ ജീവിത രീതികളെ, ശുശ്രൂഷകളെ വ്യക്തമായി പഠിപ്പിച്ച ആത്മീയ കൂട്ടായ്മയായിരുന്നു ഈ യെരുശലേമിലെ കൂട്ടായ്മ. यरूशलेम के भविष्य को सुधारने के लिए और जिस राह पे चलने के लिए उसको सही मार्ग बताया हुआ एक संगति है यीशु मसीह और ये चेले की संगति. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ഇനി നാളെ എന്തു ചെയ്യും, നാം എങ്ങനെ മുമ്പോട്ട് പോകുമെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആമേൻ ഈ കൂട്ടായ്മയിലേക്ക് വന്ന യേശുവാണ് അവർക്ക് നാളെ ചെയ്യുവാനുള്ള ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ബോധ്യം വരുത്തുന്നു. यीशु मसीह का जो शिष्य थे, यीशु मसीह के शिष्य थे, सब डरे हुए थे, भयभीत थे. आगे कल क्या होगा, कल कैसे काम करेंगे, सब भयभीत थे. इसके बीच में यीशु मसीह उनके लिए सहारा बनकर एक संगति उत्पन्न की. എന്നാൽ നമുക്കറിയാം ആമേൻ ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആമേൻ ഒരു വ്യക്തി ഇന്ന് ഈ കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ കൂട്ടായ്മയിൽ ഇല്ല. हम जानते हैं कि जो पहले संगतियों में जो एक व्यक्ति था यीशु मसीह के साथ रहता था, वो आज यहाँ यरूशलेम में यीशु मसीह इस संगति में नहीं है. തന്റെ ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ യെരുശലേമിലെ ആത്മീയ കൂട്ടായ്മയ്ക്ക് ആമേൻ താൻ കാത്തിരിക്കാതെ തന്റെ ജീവിതം അവസാനിപ്പിച്ച വ്യക്തിയെ നമുക്കറിയാം. हम जानते हैं कि अपने जीवन का कोई लक्ष्य उसने नहीं रखा था और अपने जीवन में वो हार गया था, इसलिए वो इस यरूशलेम की संगति तक पहुंच नहीं पाया. ദൈവമക്കളെ, ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. आमीन. परमेश्वर के पुत्रों, हमारी इस संगति में यीशु मसीह ने हमें बैठने के लिए सामर्थ्य दिया. ഈ ആത്മീയ കൂട്ടായ്മകളിലാണ് നാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ പ്രാപിക്കുന്നത്. इन संगतियों में ही हम अपने जीवन के लक्ष्य को प्राप्त करते ആമേ हैं. ഭയങ്ങൾ മാറുന്നത് ഇപ്രകാരമുള്ള കൂട്ടായ്മകളിലൂടെയാണ്. सारे डर और भय की बातें इन संगतियों में से हट जाती हैं. ദൈവിക ശബ്ദം കേൾപ്പാനായി ദൈവം നമ്മെ ഒരുക്കിയ സ്ഥലം കൂട്ടായ്മകളാണ്. यीशु मसीह जो अपने पास बुलाता है और शैतान को भगाता है, वो एक स्थान है संगति. ആമേ നമുക്ക് ലഭ്യമാകുന്ന ആത്മീക അധികാരങ്ങളെ കുറിച്ച് നാം ബോധ്യമാകുന്ന ആത്മീയ കൂട്ടായ്മകളിൽ നിന്നാണ്. हमें जो अधिकार दिया है उसको हम पहचानने का जो स्थान है उसे हम कहते हैं संगति. ആമേ കൂട്ടായ്മകളെ കുറിച്ചുള്ള വലിയ ബോധ്യം ഇല്ലാത്തവർ ഇന്ന് ഈ സഭയിലുണ്ടെങ്കിൽ, ഈ യോഗത്തിലുണ്ടെങ്കിൽ, ആത്മാവിൽ ഈ വിഷയം ശ്രദ്ധിക്കുക. ദൈവിക കൂട്ടായ്മയിലൂടെയാണ് ആമേ നാം ദൈവിക ശബ്ദം ശ്രവിക്കുന്നത്. संगति का महत्व जो लोग नहीं जानते हैं और इस मीटिंग में बैठे हैं, उनसे मैं कहना चाहूंगा कि संगति का बहुत ही बड़ा एक महत्व होता है. ആമേൻ. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഭയം മാറിയത് ഈ കൂട്ടായ്മയിലൂടെയാണ്. जो डरे हुए चेले थे, उनका भय जो था वो इस संगति से दूर होने पाया. ഞാൻ വീണുപോയല്ലോ, എനിക്കൊരു മടങ്ങി വരവുണ്ടാകുമോ എന്നോർത്ത് മനം കലങ്ങിയിരുന്ന പത്രോസിനെ പോലെയുള്ളവർ ശക്തി പ്രാപിച്ചത് ഈ ആത്മീയ കൂട്ടായ്മയിലാണ്. आगे क्या होगा, जीवन में हार चुके हैं ऐसा सोचकर दिल पूरा शरीर टूट गया था, इसके बाद उनको मजबूत करने वाली एक संगति है ये संगति. ആമേ കാൽവറിയിലെ ക്രൂശും ആമേ റോമൻ ഗവൺമെന്റിന്റെ പീഡകളും ക്രൂശീകരണമെല്ലാം കണ്ട് ഭയപ്പെട്ട് ആമേൻ യേശുവിന്റെ വലിയ കഷ്ടതയെ കണ്ട് ഭയപ്പെട്ടിരുന്ന ആമേൻ ശിഷ്യന്മാർക്ക് ബലം നൽകിയ കൂട്ടായ്മയാണ് യെരുശലേമിലെ കൂട്ടായ്മ. ये यीशु मसीह का क्रूसारोपण देखते हुए, रोमी साम्राज्य का अधिकार देखते हुए जो डरे हुए चेले थे, भयभीत थे, उन सबको बल देने वाला एक संगति है ये संगति. ആമേ എല്ലാം നഷ്ടപ്പെട്ടു പോയോ, ഞാൻ എല്ലാം വിട്ടിറങ്ങി, എന്റെ കൂടെ ആരുമില്ലെന്നോർത്ത് അനാഥരെ പോലെ മനം കലങ്ങിയവർക്ക് ബലം നൽകിയ ആമേൻ ആത്മീക ആമേൻ വിഷയമാണ് ഈ കൂട്ടായ്മ എന്നുള്ളത്. मेरे साथ अभी कोई नहीं है, मैं अनाथ हूँ, मेरे पास कोई शक्ति नहीं है, इस बातों को छोड़कर एक बल देने वाला, सामर्थ्य देने वाला एक पल है ये संगति. അതുകൊണ്ട് ആമേൻ കൂട്ടായ്മയ്ക്ക് കർത്താവിന് സ്തോത്രം പറയാം. इसलिए हम इन संगतियों का परमेश्वर का धन्यवाद करेंगे. ദൈവം നമ്മളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നുവല്ലോ. आमीन. यीशु मसीह ने हमें इस संगति में लाया. ആമേൻ. ഈ കൂട്ടായ്മയിലാണ് ദൈവിക ശബ്ദം കേൾക്കുന്നത്. इसी संगति से हम परमेश्वर की आवाज को सुनते हैं. ഇതുപോലുള്ള കൂട്ടായ്മയിലാണ് നാം ആത്മ സാന്നിധ്യം അനുഭവിക്കുന്നത്. इन संगति में हम परमेश्वर की उपस्थिति को जानते हैं. ഹല്ലേലൂയ. हालेलुया. ആമേൻ. ഇതുപോലുള്ള ആത്മീയ കൂട്ടായ്മകൾ നടത്തുവാനായി അഭിഷേകം നൽകിയ ദേവദാസന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इस तरह के संगतियों को अगुवाई करने के लिए परमेश्वर इन लोग को सामर्थ्य, इसलिए मैं परमेश्वर का धन्यवाद करता हूँ. അപ്പോൾ നമ്മുടെ പ്രധാന ചിന്താവിഷയത്തിലേക്ക് വരികയാണ്. ജീവിതത്തിന്റെ ലക്ഷ്യത്തെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയാതെ ഇനിയും നാം എന്തു ചെയ്യും, ഞാൻ എന്തു ചെയ്യും എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഈ ആത്മീയ കൂട്ടായ്മയാണ് ശിഷ്യന്മാർക്ക് ദിശാബോധം നൽകിയത്. हम जानते हैं कि आगे कुछ नहीं होने वाला, भयभीत थे, डरे हुए थे, आगे क्या करेंगे, ये सब डर उनके दिमाग में था. चेलों की इस परिस्थिति में संगति को वो जानते हैं. ആമേൻ. കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടായ്മയിലൂടെ. इन संगतियों में हम परमेश्वर ये चाहता है कि हम अपने जीवन के लक्ष्य को पहचान सके. അപ്പോൾ ഈ കൂട്ടായ്മ എത്ര പേർ ഇന്ന് രാവിലെ ഒരുമിച്ച് വിഷയം ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കൂട്ടായ്മയാണ് ദൈവസഭയ്ക്ക് ഒരു വലിയ രൂപം നൽകിയത്.
ये संगति इस संगति के द्वारा ही सेवकाई का एक रूप, एक ढांचा बन पाया। ഈ കൂട്ടായ്മയാണ് യെരുശലേമിൽ വലിയ ആത്മീയ ഉണർവിന് കാരണമായത്. इस संगति के बाद ही यरूशलेम का बहुत ही बड़ा जो जागरूकता थी आत्मा में, वही होने पाया। ഇതുപോലെയുള്ള അതേ ഈ യെരുശലേമിലെ കൂട്ടായ്മയാണ് ലോകത്തിലെ ക്രിസ്തീയ സഭയുടെ വലിയ വളർച്ചയ്ക്ക് കാരണമായത്. इस संगति के द्वारा ही दुनिया में जो भी सेवकाई थी, सुसमाचार थी, उसकी बहुत ही बड़ी एक बेदारी होने पाई। യെരുശലേമിൽ വെളിപ്പെട്ട വലിയ പെന്തക്കോസ്തിന്റെ ശക്തി അതിന്റെ പുറകിൽ കാരണമായത് ഈ കൂട്ടായ്മയാണ്. पेंतकुस्त की वो अद्भुत सामर्थ के पीछे ये संगति का बहुत ही बड़ा एक योगदान था। അപ്പോൾ ശ്രദ്ധിക്കുക, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവർ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി പ്രാപിക്കും. हम जानते हैं कि जितने लोग संगति में बैठते हैं, वो संगति में शामिल होते हैं, वो सब अधिवेग से आगे बढ़ने पाएंगे। അഭിഷിക്തന്മാരെ ദിവാസന്മാരാണ് നമ്മുടെ മധ്യമുള്ളത്. हम जानते हैं कि अभिषिक्त लोग हमारे बीच में बैठे हुए हैं। വർഷങ്ങളായിട്ട് കർത്താവിന്റെ സഭയെ നയിക്കുന്ന ശ്രേഷ്ഠന്മാരായ ഇടയന്മാർ, परमेश्वर की कलीसिया को सालों साल चलाते आ रहे हैं, अभिषेक लोग हमारे बीच में बैठे हैं। നമുക്കറിയാം, നമ്മുടെ സഭകളിൽ സ്ഥിരമായി കൂട്ടായ്മകൾക്ക് വരുന്നവരാണ് ദൈവസഭയിലെ ശക്തരായ വിശ്വാസികൾ. हम जानते हैं कि इस परमेश्वर की संगतियों में रोज संगतियों में कई बार सभाओं में बैठने वाले कई सारे हमारे बीच में उपस्थित हैं। നമ്മുടെ പ്രാദേശിക സഭകളിൽ സ്ഥിരമായി കൂട്ടായ്മകൾക്ക് വരുന്നവരാണ് നമ്മുടെ ലോക്കൽ സഭയിലെ ശക്തരായ വിശ്വാസികൾ. हम जानते हैं कि जो हमारे विश्वासी हैं, हमारे सहभागी हैं, वो सब अपने हमारी प्रार्थना सभा में शामिल होने वाले एक विश्वासी हैं। നമ്മുടെ ലോക്കൽ സഭകളിൽ സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് വരുന്നവരാണ് നമ്മുടെ പ്രാദേശിക സഭയിലെ ലോക്കൽ സഭയിൽ ഏറ്റവും ശക്തരായവർ. हमारे साधारण सभाओं में, कलीसिया में जो विश्वासी होते हैं, स्थानीय सभाओं में जितने भी शामिल होते हैं, वो हमारे विश्वास से सहभागी हैं। എന്നാൽ കൂട്ടായ്മകൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ സമയം കിട്ടുമ്പോൾ മാത്രം വരുന്നവരും, അതുപോലെ ഞാൻ വീട്ടിലിരുന്ന് ആരാധിക്കാമെന്ന് പറയുന്നവരുമെല്ലാം നമുക്കറിയാം, അവരെല്ലാം പല രീതിയിൽ ബലഹീനതയുള്ളവരാണ്. हम जानते हैं जितने लोग कहते हैं कि मेरे पास समय नहीं है, जब समय होगा मैं आऊंगा, मेरे पास बहुत काम है, वो सब कहीं ना कहीं से अपने जीवन में बलहीन है। അവരുടെ എല്ലാം ജീവിതത്തിൽ, ആത്മജീവിതത്തിൽ ബലഹീനതകൾ, ഒരുപാട് കാര്യങ്ങൾ വീഴ്ചയുള്ളവരാണ്. അവർക്ക് വളരുവാൻ കഴിയാത്തവരാണ് സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് വരാത്തവർ. जितने लोग लगातार संगतियों में, प्रभु की सभाओं में नहीं आते हैं, उनके जीवन में कई सारे उतार चढ़ाव, उनके जीवन में काफी कमी घटी होती रहती हैं। നമ്മുടെ പ്രാദേശിക സഭയിൽ, സ്ഥാനീയ സഭയിൽ ആമേൻ, ഏറ്റവും അധികം കൂട്ടായ്മകൾക്ക് വരുന്നവരായിരിക്കും ദൈവസഭയിൽ ഏറ്റവും ശക്തന്മാർ. हमारे स्थानीय जो प्रार्थना सभा होते हैं, जिनमें जो लोग आते हैं, वही सबसे सामर्थी लोग होते हैं। लगातार आते हैं, ആമേൻ, സ്ഥിരമായി വരുന്നവരായിരിക്കും ദൈവസഭയിലെ ശക്തരായവർ. जो लगातार आते हैं वही सबसे सामर्थी विश्वासीगण होते हैं। അപ്പോൾ കൂട്ടായ്മയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. इसलिए संगति बहुत ही मुख्य बात है। യെരുശലേമിലെ ഈ കൂട്ടായ്മയാണ് നമ്മുടെ ചിന്താവിഷയം. इसलिए यरूशलेम का ये संगति हमारा मुख्य चिंतन है। നമുക്കറിയാം, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ 3 വർഷം പഠിപ്പിച്ചതല്ലേ, ഇനി ശിഷ്യന്മാർ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരെ കാണാൻ വേണ്ടി കടന്നു വരികയാണ്. इसलिए अगर हम जानते हैं, हम देखें तो 3 साल यीशु मसीह के साथ रहा, वो कई सारे बातों को जानता है, आगे कुछ नहीं करना, इसके बावजूद यीशु मसीह पुनरुद्धान के बाद अपने चेलों के साथ एक संगति रखा। ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കൂട്ടായ്മ പിശാച് വളരെ ഭയപ്പെട്ട ആമേൻ ഒരു വിഷയമായിരുന്നു ഈ കൂട്ടായ്മ. एक बात को याद रखें कि ये संगति के द्वारा शैतान काफी डर गया था, शैतान को भय देने वाला एक संगति था ये यीशु मसीह और उनके चेलों का संगति। ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടരുതെന്ന് പിശാച് നൂറ്റാണ്ടുകളായി പദ്ധതി ഒരുക്കിയതാണ്. शैतान ने कई सालों पहले, कई सदियों पहले इस ऐसी संगतियों को ना करने का कई सारी चालें चली हैं। നമുക്കറിയാം, ഈ കൂട്ടായ്മയിലാണ് ദൈവസഭയുടെ അടിസ്ഥാനം ഇടുന്നത്. हम जानते हैं कि इस संगति के होने पर ही यीशु मसीह कलीसिया का एक नींव रखा गया। ആമേൻ. ശ്രദ്ധിക്കുക, അപ്പോൾ ഇപ്രകാരമുള്ള കൂട്ടായ്മ യെരുശലേമിൽ കൂടരുതെന്ന് ആമേൻ പ്ലാൻ ഒരുക്കിയ പിശാച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതെല്ലാം പരാജയമായി മാറി. ऐसी संगति यरूशलेम में दोबारा ना हो, इसलिए कई सारे चाल शैतान ने चला, इसके बावजूद यीशु मसीह और चेलों की संगति होने पाई। ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയപ്പോൾ പിശാച് വിചാരിച്ചു യെരുശലേമിലെ കൂട്ടായ്മ നടക്കുകയില്ല. जब यीशु मसीह के सारे चेले तितर बितर हो गए थे, तो शैतान सोचा कि दोबारा ऐसी संगति नहीं होने पाएगी। അവർ പലരും മീൻ പിടിക്കാൻ പോകും, പലരും വീണ്ടും നികുതി പിരിക്കാൻ പോകും, അങ്ങനെ പല സ്ഥലങ്ങളിൽ കടന്നു പോകും. ഇങ്ങനെ കൂട്ടായ്മയ്ക്ക് വീണ്ടും കൂടുകയില്ല. പിശാചിന്റെ ചിന്തകളാണിതല്ല. शैतान ये सोच रहा था कि वही चेले मछुआरे वापस अपनी मछली पकड़ने के लिए समुद्र में जाएंगे और अपने अपने कार्य में व्यस्त हो जाएंगे
और ऐसी संगति दोबारा ना करने पाएंगे। ആമേൻ. എന്നാൽ യേശു ജനത്തെ ഒരുമിച്ച് കൂട്ടി. इसके बाद हम जानते हैं कि यीशु मसीह ने अपने चेलों के साथ संगति की। പുനരുദ്ധാനത്തിന്റെ ശക്തി ജനത്തെ ഒരുമിച്ച് കൂട്ടുന്ന ശക്തിയാണ്. पुनरुत्थान की सामर्थ्य लोगों को इकट्ठा करने वाली सामर्थ्य है। ആരെല്ലാം വാതിലടച്ചാലും നാം ഒരുമിച്ച് കൂടും. जो कोई भी दरवाजा बंद करता है हम मिलके बैठेंगे। കൂടരുതെന്ന് ആരെല്ലാം പറഞ്ഞാലും നാം കൂടും ഒരുമിച്ച്. जितने लोग बोलेंगे तुम साथ में ना रहना, फिर भी हम संगति रखेंगे। ഒരുമിച്ച് കൂട്ടായ്മയ്ക്കുള്ള എല്ലാ ഉപാധികളും നാം സ്വീകരിക്കും. जितने भी संगति के पीछे जितने भी बुरी बातें होंगे हम सबको सहेंगे। ആമേൻ. നാം കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. हम संगति को अनुभव करते रहेंगे। ആമേൻ. സ്ഥിരമായി നാം കൂട്ടായ്മയിൽ വളരും. हम लगातार संगति में बढ़ते रहेंगे। നാം ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ക്രമീകരിക്കും. हम मिलकर संगतियों में अद्भुत कार्य करेंगे। നാം ഒരുമിച്ച് ശുശ്രൂഷയുടെ പദ്ധതികൾ ഒരുക്കും. हम मिलकर सुसमाचार के पद्धति को ग्रहण करेंगे। നാം ഒരുമിച്ച് ശുശ്രൂഷയ്ക്കുള്ള ദൈവശക്തി പ്രാപിക്കും. हम मिलकर सुसमाचार के शक्ति को प्राप्त करेंगे। ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട ഭാവി പദ്ധതികൾ നാം ഒരുമിച്ചിരുന്ന് ഒരുക്കും. इस सुसमाचार के भविष्य को हम ग्रहण करेंगे इस संगति के द्वारा। ശ്രദ്ധിക്കണമേ, യെരൂശലേമിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി. ध्यान रखेंगे कि यरूशलेम में यीशु मसीह के चेलों की संगति हुई। അധ്യക്ഷനായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവിടെ പ്രത്യക്ഷനാകുന്നു. एक अतिथि के रूप में यीशु मसीह उन सबके बीच में आया। ശ്രദ്ധിക്കുക, യെരൂശലേമിൽ കൂടി വന്നു. ध्यान रखिए कि यीशु मसीह यरूशलेम में संगति दोबारा होने वाली है। നാലാമത്തെ വാക്യം നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം അവനവരുമായി കൂടിയിരിക്കുമ്പോൾ. हम जानते हैं 4वीं आयत के पहले शब्द में ऐसा लिखा है और वह उनसे मिलकर। യേശു കൂടി വന്നിടത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് വന്നത്. यीशु मसीह जहाँ उपस्थित था वहाँ कुछ कार्य को करने के लिए यीशु मसीह आया था। ആമേൻ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ആമേൻ ചില വലിയ കാര്യങ്ങളെ അവരെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് യേശു കാര്യങ്ങൾ ചെയ്യുകയാണ്. चेलों को भविष्य में जो कार्य करने हैं उन सबको बताने के लिए, उनको पहचानने के लिए यीशु मसीह संगति को रखा था। അപ്പോൾ ഈ കൂട്ടായ്മയിൽ, അന്നത്തെ യെരൂശലേമിലെ കൂട്ടായ്മയിൽ വരാതിരുന്നവരുടെ വലിയ ജീവിതത്തിലെ നഷ്ടത്തെ രാത്രി നാം മനസ്സിലാക്കണം, ഈ രാവിലെ മനസ്സിലാക്കണം. और जो इस संगति को जो नहीं कर पाए, जो शामिल नहीं हो पाए किसी कारण से, वो सब अपने आगे जीवन में ऐसी बड़ी सामर्थ को नहीं पा सके। ശ്രദ്ധിക്കുക, അപ്പോൾ ഈ അന്നത്തെ കൂട്ടായ്മയിൽ വരാതിരുന്നവർക്ക് വലിയ തീരാ നഷ്ടങ്ങളാണ് അവർക്ക് ഉണ്ടായത്. जितने लोग वो संगति में, इस संगति में नहीं शामिल हो पाए, उनको बहुत ही बड़ा नष्ट हुआ था। അവൻ ക്രൂശിച്ചവനല്ലേ, അല്ലെ ക്രൂശിക്കപ്പെട്ടവനല്ലേ, പരാജയപ്പെട്ടവനല്ലേ, ഇനി എന്തിനാ കൂട്ടായ്മയ്ക്ക് പോകണം, അല്ലെങ്കിൽ അന്ന് നമ്മെ രക്ഷിക്കാത്ത കർത്താവിന്റെ കൂടെ ഇനി എന്തിനു യാത്ര ചെയ്യണം, പിന്മാറിപ്പോയവനും അവരെല്ലാം അവരുടെ വഴിക്ക് പോയി. जितने लोग कहे थे कि अभी क्रूसारोपण हो गया है, अब उसके साथ संगति क्यों रखे, वो मारा जा चुका है, उसके साथ अभी क्यों बैठे हैं, जितने लोग ऐसे बोले थे वो सब इस संगति से भाग गए। പോയവർ പോട്ടെ, जितने लोग गए थे उनको जाने दो। ആമേ. കർത്താവിന് ആവശ്യമുള്ളവർ കൂട്ടായ്മയിൽ വന്നിട്ടുണ്ട്. परमेश्वर को जितने लोग चाहिए थे उतने लोग संगति में थे। 5000-4000 ഒന്നും ഇവിടെ ഇല്ല. 1000-5000 नहीं थे इसमें। ആമേ. 120 പേർ. इसमें 120 लोग। ആമേ. ദൈവത്താൽ, കർത്താവിനാൽ വിളിക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടമാണ്. परमेश्वर के जो चुना हुआ एक समूह यहाँ बैठा था। ആമേൻ. ദൈവത്തിന് ആ ചെറിയ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയും. परमेश्वर को छोटे से झुंड को उसमें कार्य कर सकता है। പലപ്പോഴും ചിലരൊക്കെ പൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളെല്ലാം മനസ്സ് ഭാരപ്പെടാറുണ്ട്, ഇന്ന വ്യക്തി പോയല്ലോ കൂട്ടായ്മയിൽ നിന്നും. कभी कभी जितने लोग अगर थोड़े बहुत चले गए तो हम सोचते हैं कि ये लोग तो हमारे संगति से चले गए हैं। എന്നാൽ അവരുടെ മടങ്ങിപ്പോക്ക് പലപ്പോഴും ദൈവസഭയ്ക്ക് അത് വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. लेकिन कभी कभी लोगों की गिनती जब घटती है तो वो परमेश्वर की सेवकाई में एक बढ़ोतरी देती है। ആമേൻ. കൂട്ടായ്മയ്ക്ക് ദൈവം വിളിച്ചവർ മാത്രമേ കൂട്ടായ്മയ്ക്ക് വരൂ. जो जितने लोग को परमेश्वर ने अपने सेवकाई के लिए बुलाया है, संगति के लिए बुलाया है, वही आएंगे। അതിൽ പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം ഉണ്ട്. उसमें पतरस है, याकूब है, यूहन्ना सब हैं। അത് ചില സഹോദരിമാരും ആ കൂടെ ഉണ്ട്. इसमें से कुछ बहनें भी हैं संगति में। അവർ ഒരുമിച്ച് കൂടി വന്നു. वो मिलकर संगति किए। അവർ നിരാശയുള്ളവരായിരുന്നു. वो निराश से भरे हुए थे। ആമേൻ. എന്നാൽ യേശുവുമായുള്ള കൂട്ടായ്മ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. जबकि ये संगति उनके जीवन को बदल डाली। യേശു പറയുന്നു അവരോട്, यीशु उनसे कहता है, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ആമേൻ. 5-ാമത്തെ വാക്യം. क्योंकि यूहन्ना ने तो पानी से बपतिस्मा दिया, 5 परंतु थोड़े दिनों के बाद तुम पवित्र आत्मा से बपतिस्मा पाओगे। ആമേൻ. അവർ പ്രാപിക്കുവാനുള്ള വലിയ അഭിഷേകത്തെ കുറിച്ച് യേശുവിടെ ആമേൻ അവരോട് തുറന്നു പറയുകയാണ്. जो बहुत ही बड़ा अभिषेक वो पाने वाले हैं, इसलिए यही बातों को यीशु मसीह उनसे कहता है। പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ
ആമേൻ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. वो उनसे कहता है कि तुम यरूशलेम को ना छोड़ो, बल्कि जो प्रतिज्ञा परमेश्वर ने हम तुम लोग को दिया है उसको पूरी करने की बाट जोते रहो। അപ്പോൾ കൂട്ടായ്മകളിൽ യേശു കടന്നു വന്നാൽ യേശു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. इसलिए हम देखते हैं कि जब जीवित संगति में यीशु मसीह आता है तो उस संगति में एक कार्य होने पाता है। നമ്മോട് പറയുവാൻ കർത്താവിന് ഒരു സന്ദേശമുണ്ട്. हमको बताने के लिए यीशु मसीह के पास एक संदेश है। യേശു കർത്താവിന്റെ കയ്യിൽ നമുക്ക് കൈമാറുവാൻ ഒരു വലിയ വെളിപ്പാടുണ്ട്. परमेश्वर के यीशु मसीह के हाथ में हमारे भविष्य को बताने के लिए सामर्थ है। ആമേൻ. കർത്താവിന്റെ കയ്യിൽ നമുക്ക് തരുവാനുള്ള വലിയ ആത്മീക വെളിപ്പാടുമായിട്ടാണ് യേശു വരുന്നത്. हमारे जीवन में बहुत ही बड़ा आत्मिक रूप से बेतारी देने वाला जो चीजें यीशु मसीह के हाथों में है। ആമേൻ. നാം ആ ദൈവിക വെളിപ്പാട് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷയിൽ വളർച്ച ഉണ്ടാകുന്നത്. जब हम उस अभिषेक को प्राप्त करेंगे तभी हमारे सेवकाई में बढ़ोतरी होगी। അപ്പോൾ യേശു കടന്നു വന്നാൽ अगर यीशु मसीह आया है വെറും കൈയായി വരുന്നവനല്ല പിന്നെയോ. फिर खाली हाथ नहीं जाने वाला। ആമേൻ. നമ്മെ സ്വർഗീയ ശക്തി കൊണ്ട് നിറച്ച് വരും നാളുകൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോകുവാനുള്ള വലിയ ശക്തിയെ കുറിച്ചുള്ള വാഗ്ദത്വമായിട്ടാണ് യേശു കടന്നു വരുന്നത്. हम जानते हैं कि परमेश्वर एक सामर्थ्य लेके आता है कि दुनिया के छोर तक मेरे गवाह होते ठहरो। അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. യേശുവുമായുള്ള കൂട്ടായ്മ എത്ര അത്ഭുതം നിറഞ്ഞ കൂട്ടായ്മയാണ്. हम जानते हैं कि यीशु मसीह की संगति है वो कितनी अद्भुत संगति है। ആ കൂട്ടായ്മയിൽ പക്ഷെ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ഇല്ലായിരിക്കാം. इस संगति में शायद राजा अधिपति नहीं होंगे, എന്നാൽ യേശു ഉണ്ടെങ്കിൽ നമുക്കത് മതി. अगर यीशु मसीह है तो वो हमको काफी है। ആമേൻ. യേശു ഇറങ്ങി വന്നാൽ നമുക്കത് മതി. अगर यीशु मसीह उतर आया तो वो हमारे लिए काफी है। യേശു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിതി മാറും. अगर यीशु मसीह आया है तो हमारी परिस्थितियां बदलने वाली हैं। ഹല്ലേലൂയ. हालेलुया। യേശു ഇറങ്ങുന്ന കൂട്ടായ്മകളിൽ വലിയ ദൈവശക്തി വെളിപ്പെടുന്നു. यीशु मसीह जिन संगति में उतरता है वहां पे अद्भुत कार्य होने അത് पाते हैं। ചെറിയൊരു കൂട്ടമായിരുന്നാലും അത് 3000, 5000, 8000 പെരുകും. अगर वो छोटा सा झुंड है तो वो आगे बढ़कर 1000, 5000 और 3000 करके बढ़ते जाएगा। പുനരുദ്ധാനം പ്രാപിച്ച യേശുവുമായി ചേർന്നിരുന്ന് ദൈവശക്തി പ്രാപിക്കുവാൻ ദൈവത്താൽ ഭാഗ്യം ലഭിച്ച ഒരു കൂട്ടം മനുഷ്യർ यीशु मसीह के पुनरुत्थान के बाद वो परमेश्वर की सामर्थ पाकर वो संगति में आए हुए जितने भी लोग थे वो कितने भाग्यशाली थे। ശ്രദ്ധിക്കുക. അപ്പോൾ യേശുവുമായി കൂട്ടായ്മ ആചരിപ്പാനായി ഭാഗ്യം ലഭിച്ചവരാണ് ദൈവസഭ എന്നുള്ളത്. तो यीशु मसीह के साथ संगति रखने के लिए इतने भाग्यशाली हैं परमेश्वर के जन। ജീവിക്കുന്ന ദൈവവുമായി ചേർന്നിരിപ്പാൻ ഭാഗ്യമുണ്ടായവർ, जीवित यीशु मसीह के साथ उस एक संगति रखने के लिए इतने भाग्यशाली हैं हम। മരണത്തെ ജയിച്ച കർത്താവിനോട് കൂടെ ഇരുന്ന് കൂട്ടായ്മ ആചരിപ്പാൻ സൗഭാഗ്യം ലഭിച്ചവർ, मृत्यु पर जय पाने वाला यीशु मसीह के साथ संगति रखने वाले हम भाग्यशाली हैं। ഹല്ലേലൂയ. हालेलुया। നീയോട് പറയാൻ, കർത്താവേ, ഈ ജീവിച്ചെഴുന്നേറ്റ കർത്താവിനോട് കൂടെ ഇരുന്ന് ഇന്ന് രാവിലെയും സംസാരിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും ദൈവം ഭാഗ്യം നൽകിയല്ലോ. परमेश्वर से कहें कि परमेश्वर अपने यीशु मसीह ने जो मृत्यु सहा, अब मृत्यु के बाद जो सामर्थ पाया, उस पर यीशु मसीह के उतर आने पर हमने अद्भुत कार्य को पहचाना है। ഞങ്ങൾ ഇരുന്ന് ഈ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ഇരിക്കുന്ന ഈ റായ്ബറേലിയിൽ हम जहाँ यहाँ प्रचार कर रहे हैं इस रायबरेली क्षेत्र में ചില മാസങ്ങളായിട്ട് ട്രാഫിക് മുഴുവൻ ജാമാണ്. कुछ महीनों से काफी ट्रैफिक जाम है। പകലിൽ വാഹനവുമായി പുറത്തു പോകുവാൻ വലിയ പ്രയാസമാണ്. दोपहर को या फिर सुबह के वक्त में गाड़ी लेकर बाहर जाना काफी मुश्किल है। ഞങ്ങളുടെ ഹൈവേകളെല്ലാം വാഹനം കൊണ്ട് നിറഞ്ഞ് യാത്ര ചെയ്യുവാൻ വയ്യാത്ത അന്തരീക്ഷങ്ങൾ. हमारे जो सड़कों के हाईवे है वो सब गाड़ी चलाने के लायक नहीं है, इतनी जाम लगा है वहां पे। ഒരാഴ്ച കൂടെ ഈ വിഷയങ്ങൾ നടക്കും ഈ ഞങ്ങൾ ആയിരിക്കുന്ന ഈ ഇലഹബാദും പരിസരങ്ങളിലുമല്ല. हम जानते हैं कि एक हफ्ते और ऐसी बातें इलाहाबाद हमारे जिलों में आसपास की ऐसी बातें होती रहेंगी। ലഖ്നൗ അലഹബാദിന്റെ നടുവിലാണ് റായ്ബറേലി. लखनऊ और इलाहाबाद के बीच में है रायबरेली हमारा क्षेत्र। ലഖ്നൌവിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്തൂടെ ആണ് ഹൈവേ കടന്നു പോകുന്നത്. लखनऊ से जितनी भी गाड़ी जाती है हमारी कलीसिया के बगल से जाती है। ഈ ട്രാഫിക് ജാമും ആൾക്കൂട്ടമെല്ലാം കാണുമ്പോൾ നമ്മുടെ ദേശത്തെ അന്ധകാര ശക്തിയുടെ വലിപ്പത്തെ നാം കണ്ടുകൊണ്ടിരിക്കുക ദിനങ്ങളിൽ. हम जानते हैं कि इन सब गाड़ियों को देखकर इन सब गाड़ियों को भरे हुए देखकर हम जानते हैं कि जो हमारे भारत देश में जो अंधविश्वास फैला है वो हम इन गाड़ियों को देखकर हम समझ सकते हैं। തിരിച്ച് ഒരക്ഷരം സംസാരിക്കാത്ത ദേവന്മാരെ സകലതും കൊടുത്ത് ആരാധിക്കുന്ന അന്ധന്മാരായ ആളുകൾ.
उल्टा उनको वापस कुछ नहीं दे सकता है, ऐसे लोगों को पूजते हैं यहाँ के अंधविश्वासी। जो ആ, എന്നാൽ ജീവിക്കുന്ന ദൈവത്തെ പാടി ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച ചെറിയൊരു കൂട്ടം ജനം. इसलिए जीवित परमेश्वर की आराधना करने के लिए, उसके सौभाग्य पाने के लिए एक छोटा सा झुंड। ശ്രദ്ധിക്കുക, ध्यान रखेंगे, നമുക്ക് ദൈവം എത്ര ഭാഗ്യമാണ് നൽകിയത്, परमेश्वर ने हमको कितना भाग्यशाली बनाया है, എത്ര സൗഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയത്. इतना बड़ा सौभाग्य परमेश्वर ने हमको दिया है। ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ സൗഭാഗ്യം ലഭിച്ചവർ. उस जीवित परमेश्वर की हम आराधना कर सकते हैं। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ആത്മാവിൽ ഈ ജനക്കൂട്ടത്തെ നോക്കി ഞങ്ങൾ ഇങ്ങനെ പറയുന്നു, പകലിലും രാത്രിയിലും ഇതുപോലുള്ള കൂട്ടങ്ങൾ ദൈവദാസന്മാരെ തിരഞ്ഞു വരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. इन सब बातों को देखकर हम आत्मा में ये कह सकते हैं कि आने वाले दिनों में इसी तरह आत्मा में भरकर लोग परमेश्वर की सेवकाई करेंगे और प्रभु के दासों के पीछे जाएंगे। ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യുന്ന ആളുകൾ ദൈവസഭയെ നോക്കി വരും. अपने लक्ष्य को ढूंढते हुए परमेश्वर की कलीसिया में उतर आएंगे, ऐसे लोग हम देख सकते हैं। ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ തിരഞ്ഞു വരുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരും. जीवित लोगों का एक झुंड हमारे देश में उतरता हुआ हम देख सकते हैं। പാപത്തെ കഴുകിക്കളയുവാൻ കഴിവുള്ള യേശുവിലേക്ക് ആളുകൾ ഓടി വരും. पाप को धोने वाले एक अभिषिक्त लोग हमारे देश में उभरने वाले हैं। ആളുകൾ ദൈവസഭയിലേക്ക് ജനക്കൂട്ടം കടന്നു വരും. एक बहुत ही बड़ा झुंड परमेश्वर की कलीसिया में आने पाएगा। നമ്മുടെ സ്ഥിതി മാറും. हमारी परिस्थिति बदलने वाली है। ഉത്തർപ്രദേശിന്റെ സ്ഥിതി മാറും. उत्तर प्रदेश की स्थिति बदलने ഞാൻ वाली है। വീണ്ടും പറയുന്നു, ആമേൻ. നമ്മുടെ മഹാരാഷ്ട്രയുടെ സ്ഥിതി മാറും. मैं फिर से कहता हूँ कि हमारी महाराष्ट्र की स्थिति बदलने वाली है। നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ ലക്ഷ്യബോധമില്ലാത്ത യാത്രയ്ക്ക് അവസാനമാകുവാൻ പോകുകയാ. नॉर्थ इंडिया में जितने भी अंधविश्वास है, उन सबका, जितने भी शैतान का बंधन है, वो जल्द से जल्द खत्म होने पाएगा। ആമേൻ. ഈ ജനക്കൂട്ടം ദൈവസഭ തിരഞ്ഞു വരും. ये जो बहुत बड़ी भीड़ है वो परमेश्वर की कलीसिया में बदलने वाली है। യേശുവിനെ അന്വേഷിച്ച് വരും ഈ ജനങ്ങൾ. यीशु मसीह को ढूंढते हुए ये बड़ी भीड़ आएगी। വളരെ ദുഃഖം തോന്നുന്ന കാഴ്ചകളാണല്ലോ നമ്മൾ ഈ ദിനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയകൾ വഴി. हम बहुत ही बड़ा दुख देने वाला एक विषय को हम देखते हैं आजकल के सोशल मीडिया के प्लेटफॉर्म। ആളുകൾ കൂട്ടമായി മരിച്ചിട്ടും അവിടേക്ക് ആളുകൾ ഓടി വരികയാ. लोग कई गिनतियों में लोग वहां मर रहे हैं, फिर भी लोग, एक बहुत बड़ी भीड़ उस जगह में आ रही है। നമുക്കറിയാം, ആമേൻ. യാതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനമില്ലാതിരുന്നിട്ടും കണ്ണുകൾ അന്ധമായ ഒരു കോടിക്കണക്കിന് ജനങ്ങൾ. वहां पे कुछ नहीं है, उनकी आंखों में पट्टी लगा है, ऐसे अंधविश्वास को देखते हुए लोग उस जगह में जा रहे हैं। എന്നാൽ യെരൂശലേമിലെ കൂട്ടായ്മകൾ, ഹല്ലേലൂയ, നമ്മുടെ ദേശത്ത് ഇതുപോലെ കൂട്ടായ്മകളുടെ എണ്ണം വർദ്ധിക്കും. हमें इस तरह यरूशलेम की संगति की तरह हमारे देश में ऐसी संगति बढ़ने पाएगी। ഹല്ലേലൂയ. हालेलुया। വിഷയത്തിൽ വേഗം മടങ്ങി വരും. ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല വീണ്ടും. मैं अपने विषय में वापस आना चाहूंगा। ആമേൻ. ശ്രദ്ധിക്കുക. അപ്പോൾ യെരൂശലേമിലെ കൂട്ടായ്മകൾ मैं कहता हूँ इसलिए यरूशलेम की संगति, വലിയൊരു പുരുഷാരമാണ് ഇല്ലെങ്കിലും ചെറിയ കൂട്ടമാണ്, പക്ഷേ വീണ്ടും വലിയ പുരുഷാരമായി മാറുകയാണ്. छोटा है झुंड है, छोटा ही संगति है, बल्कि वो यरूशलेम बहुत ही बड़ी एक भीड़ में बदलने वाली है। ശത്രു പറയും നിങ്ങൾ കൂടരുതെന്ന്, शत्रु कहेगा, विरोधी कहेगा कि तुम दोबारा मत बैठना, പക്ഷേ നമ്മൾ വീണ്ടും കൂടി വരും. बल्कि हम फिर से संगति रखेंगे। ആമേൻ. ആരെല്ലാം വാതിലടച്ചാലും നാം വീണ്ടും കൂടും. अगर कोई भी अगर दरवाजा बंद करे तो हम फिर से इकट्ठा होंगे। സമയം വേഗത്തിൽ പോകുന്നു. ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് ഉദാഹരണം എനിക്ക് പറയണം. समय जल्दी जा रहा है, इसलिए मैं जल्दी से 2-3 उदाहरण बोल के समाप्त करूंगा। നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. नहम्या की पुस्तक में ऐसी एक आयत है। ആമേൻ. ആ വാക്യത്തിലേക്ക് പോകുന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. मैं वहां जाऊंगा नहीं, मैं बस बोल के वहां से निकलूंगा। ആമേൻ. ശത്രു യെരൂശലേമിനെ തകർത്ത കാലഘട്ടങ്ങൾ, शत्रु परमेश्वर की कलीसिया को तबाह करने वाला समय, യെരൂശലേമിനെ തകർത്ത നാളുകൾ, यरूशलेम को तबाह करने वाला वो समय, യെരൂശലേമിന്റെ ആലയം തകർത്തു. यरूशलेम की जो शहरपना थी उसको तबाह कर दिया। യെരൂശലേമിന്റെ ആലയവും അതുപോലെ ദിവാർ, യെരൂശലേമിന്റെ വാളും തകർത്തു. हम जानते हैं यरूशलेम की आराधनालय और यरूशलेम की जो शहरपना थी उसको तोड़ दिया। അപ്പോൾ തകർന്നു കിടക്കുന്ന യെരൂശലേമിന്റെ മതിലിനെ പണിയുവാൻ വേണ്ടി ആമേൻ ഒരുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ,
इसलिए यरूशलेम की वो टूटी शहरपना को पुनः निर्माण करने के लिए एक जुट को परमेश्वर तैयार करता है। നെഹമ്യാന്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. नेहम्या की पुस्तक हम सबको ही जानते हैं, मैं जानता हूँ। സൻബല്ലത്തോർ തോബിയാവ് പറയുന്നു, നിങ്ങൾ ഒരുമിച്ച് കൂടരുത്. संबलत के तोबिया ये बोलते हैं कि तुम दोबारा इकट्ठे मत होना। ആമേൻ. എന്നാൽ നമുക്കറിയാം, ശത്രുവിന്റെ ചിന്തകൾക്ക് വിരോധമായി സംസാരിച്ചൊരുങ്ങി അഭിഷേകത്തെ നിറയപ്പെട്ട നെഹമ്യാവും കൂട്ടരും ഒരുമിച്ച് പണിതു 52 ദിനം കൊണ്ട് പണി പൂർത്തിയാക്കുന്നു. हम जानते हैं कि उस संबलत तोबिया के विरुद्ध एक एक एक, विरोध किया था। इसके बावजूद नेहम्या ने उस शहरपना को पुनः निर्माण किया, वही 52 दिनों में। 6:15 6ാം അധ്യായം 15ാമത്തെ വാക്യം. उस नेहम्या के 6वें अध्याय का 5वां वचन। അവൻ പല ശക്തികൾ പറഞ്ഞു, നിങ്ങൾ പണിയുകയില്ല, ഒരുമിച്ച് കൂടുകയില്ല. तब वो काफी लोग बोलेंगे कि तुम दोबारा इकट्ठा मत होना। ആമേൻ. എന്നാൽ നാം വായിക്കുന്നു, യെരൂശലേമിൽ അവർ ഒരുമിച്ച് കൂടി. हम जानते हैं कि वो लोग यरूशलेम में एकजुट होकर खड़े हुए। സൻബല്ലത്തും തോബിയാവും പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. संबलत और तोबिया कहे कि तुम दोबारा इकट्ठा नहीं होगे। എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ പുനർനിർമ്മാണം ഉണ്ടെങ്കിൽ അത് കൂടിയിരിക്കും. अगर वो परमेश्वर की नजरों में एक पुनर्निर्माण हो गया तो होगा। ആമേൻ. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ സൻബല്ലത്തെ തോബിയാവെ നിനക്ക് അടയ്ക്കുവാൻ തടുക്കുവാൻ സാധ്യമല്ല. अगर परमेश्वर ने एक बात को निश्चित किया है तो संबलत और तोबिया उस बात को बाधा नहीं डाल सकते। ആത്മാവിന്റെ നിറവും ദൈവിക ഗൈഡൻസും ഉണ്ടായിരുന്ന നെഹമ്യ യെരൂശലേമിലേക്ക് വന്ന് വിരോധികളുടെ നടുവിൽ പണിത്, ആമേൻ, ഇനിയും പണിയില്ലെന്ന് പറഞ്ഞ് യെരൂശലേമിനെ, അതിന്റെ ആമേൻ ദീവാറിന്റെ പണിയെ പൂർത്തീകരിച്ച് യെരൂശലേമിന്റെ മതിലിനെ പൂർത്തീകരിച്ച് യെരൂശലേമിനെ ഉറപ്പാക്കിയ അധ്യായങ്ങളാണ് നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. नेहम्या आत्मा भरकर अपने साथियों के साथ उस शहरपना को पुनः निर्माण करके यरूशलेम को फिर से मजबूत करके हम इस पलों को इस नेहम्या की पुस्तक में देख सकते हैं। ആരെല്ലാം വിരോധമായി നിന്നാലും ദൈവത്തിന്റെ പണിയേണ്ട പണി സമയത്ത് പണിയും. जो कोई विरोध करेगा, लेकिन परमेश्वर ने जो काम निश्चित किया है वो समय से पहले पूरा होगा। കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. परमेश्वर ने कहा है कि मैं अपनी कलीसिया को बनाऊंगा। ഞാൻ എന്റെ സഭയെ പണിയും. मैं अपनी कलीसिया को बनाऊंगा। ശിശുമാരെ കൂട്ടിവരുത്തുന്നു. मैं चेलों को वो एक संगति में रखता है। അവർ ഭയപ്പെട്ടിരുന്നവരെങ്കിലും അവർ ഒരുമിച്ച് കൂട്ടിവരുത്തുകയാ. वो डरे हुए थे फिर भी उनको इकट्ठा करता है। അവരെ കൂട്ടിവരുത്തി. उनको इकट्ठा किया। യേശു അവരുടെ കൂടെ ഇരുന്നു. यीशु मसीह उनके साथ बैठा। ആമേൻ. കൂട്ടായ്മയുടെ കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെയാണ് നാം ഇന്ന് രാവിലെ സേവിക്കുന്നത്. संगति में बैठने के लिए जो परमेश्वर चाहता है उसी की हम आराधना आज करते हैं। ആമേൻ. നെഹമ്യാവിന്റെ കരങ്ങളെ ബലപ്പെടുത്തിയ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. नेहम्या की बाहों को मजबूत करने वाला परमेश्वर की हम सेवकाई करते हैं। ആമേൻ. ഈ മതിൽ പണി ഇനി നടക്കില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ മതിലിനെ പണിത നെഹമ്യാവിന്റെ ദൈവത്തെ ഇന്ന് രാവിലെ നാം പാടി ആരാധിക്കുന്നു. इस दीवार को तुम दोबारा खड़ी नहीं कर सकते, उसको दोबारा खड़ा करने वाला नेहम्या का परमेश्वर की हम सेवकाई करते हैं। ആമേൻ. ദൈവസഭ പണിയില്ലെന്ന് പറഞ്ഞ് ശത്രു തന്റെ കാര്യങ്ങൾ ഒരുക്കിയപ്പോഴും യെരൂശലേമിൽ വീണ്ടും കൂടി വന്ന് സഭയെ പണിവാൻ വേണ്ടി ശിഷ്യന്മാർക്ക് അധികാരം നൽകി കർത്താവിനെ ഇന്ന് രാവിലെ നാം ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കുന്നു. यरूशलेम में एक संगति ऐसी नहीं होगी, उस शिष्यों को सामर्थ्य देने वाला परमेश्वर की हम आज सेवकाई करते हैं। ആമേൻ. സെരുബ്ബാബേലിന്റെ ചരിത്രം നാം എസ്രായുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. जरुब्बाबेल के इतिहास को हम जानते हैं इज़रा किताब में। ആമേൻ. ഇനിയും ദേവാലയം പണിയില്ലെന്ന് ശത്രുക്കൾ പറഞ്ഞു. ये दोबारा तुम यरूशलेम का जो पुनर्निर्माण नहीं कर सकते। 5ാം അധ്യായം 1-2 വാക്യങ്ങൾ उसके 5वें अध्याय का पहला दूसरा वचनों में എസ്രായുടെ പുസ്തകത്തിൽ इज़रा की किताब വായിക്കുന്നു. സെരുബ്ബാബേലും മഹാപുരോഹിതനായ യോശുവയും വന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. हम जानते हैं कि जरुब्बाबेल और वहाँ के लोग यीशुआ मिलकर वो परमेश्वर की जो साथ वो काम करते हैं। ആ യെരൂശലേം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. परमेश्वर का भवन फिर से निर्माण होने पाया। ആമേൻ. തകർന്ന ഭാഗങ്ങൾ വീണ്ടും പണിയുകയാ. जो टूटा स्थान था उसको दोबारा बनाया। ആമേൻ. എന്നാൽ അവർ ഒരുമിച്ച് കൂടി എന്ന് വായിക്കുന്നു. हम देखते हैं कि वो फिर से मिले। ആമേൻ. ഫെലോഷിപ്പ് എന്ന പദം അവിടെ ആമേൻ അതിന്റെ മൂലഭാഷയിൽ കൊയിനോനിയ എന്ന പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. वहाँ पे फेलोशिप एक संगति, हम जानते हैं कोइनोनिया करके एक शब्द वहाँ उपयोग किया गया है। ആമേൻ. അവർ ഒരുമിച്ച് കൂടി. आमीन. वो फिर से संगति किए। ആമേൻ. വായിക്കുന്ന പോലെ ആമേൻ സെരുബ്ബാബേലും യോശുവയും ഒരുമിച്ച് കൂടിയാൽ യെരൂശലേമിലെ ആമേൻ ദേവാലയം വീണ്ടും പണിയപ്പെടും. जरुब्बाबेल और यीशु अगर मिलकर यरूशलेम की शहरपना, यरूशलेम के भवन को पुनः निर्माण किया था तो യെരൂശലേമും യെരൂശലേമിലെ ആമേൻ അതെ ദീവാറും അതുപോലെ യെരൂശലേം ദേവാലയം പണിയപ്പെടും. यरूशलेम की दीवार, यरूशलेम की शहरपना फिर से पुनः निर्माण होने पाएगी। അവർ ഒരുമിച്ച് കൂടി എന്ന് വായിക്കുന്നു. हम देखते हैं कि वो लोग फिर से इकट्ठा हुए। ആമേൻ. ഇവരെ ചിതറിപ്പാൻ വേണ്ടി ശത്രു ശ്രമിക്കുന്നു, പക്ഷേ ദൈവം ഒരുമിച്ച് കൂട്ടുകയാ. उनको तितर बितर करने के लिए शत्रु कोशिश कर रहा है, पर यीशु मसीह उनको इकट्ठा कर चुका है। ദൈവമക്കളെ, കൂട്ടായ്മയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. मैं फिर से कहना चाहूंगा कि संगति बहुत ही बहुमूल्य चीज होती ആമേൻ. है। നാം ഒരുമിച്ച് നിന്നാൽ വലിയ കാര്യങ്ങൾ നാം പണിയും. अगर हम
मिलकर इकट्ठा हुए तो बहुत ही अद्भुत कार्य होने पाएंगे। നാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടങ്ങളിൽ വലിയ ദൈവശക്തി വെളിപ്പെടും. हम जहाँ जहाँ मिलकर प्रार्थना करेंगे वहाँ एक बहुत बड़ी अद्भुत कार्य होने पाएगा। ആമേ ക്രൂശീകരണം നടന്ന അതേ നാട്ടിൽ ദൈവസഭയ്ക്ക് നാം അടിസ്ഥാനമിടും. क्रूसारोपण जिस स्थान में हुआ था वहीं पे हम परमेश्वर कलीसिया की नींव डालेंगे। ആമേ നമ്മുടെ കർത്താവ് മരിച്ച് ആമേ കല്ലറയിൽ ഉറങ്ങുന്ന നല്ല ആമേ ഉയർത്തെഴുന്നേറ്റ് ആമേ ജയം പ്രാപിച്ച കർത്താവാണ് പറയുന്നത്. ആമേ നിങ്ങൾ ശക്തി പ്രാപിക്കും. आमीन। हम जिस परमेश्वर की सेवकाई करते हैं, जिस परमेश्वर की हम आराधना करते हैं, वो एक पत्थर के पीछे बैठने वाला नहीं बल्कि यरूशलेम के शिष्यों को सामर्थ्य देने वाला परमेश्वर है। ഹല്ലേലൂയ. हालेलुया। ആമേ നാം വീണ്ടും പണിയും. आमीन। हम फिर से निर्माण करेंगे। യെരൂശലേം ദേവാലയം പണിയപ്പെടും. हम यरूशलेम की आराधना को पुनः निर्माण करेंगे। യെരൂശലേമിലെ മതിലുകൾ പണിയപ്പെടും. यरूशलेम की शहरपनाह फिर से बनेगी। ആമേ നാം ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കുന്ന വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്ന ചരിത്രമുണ്ട്. हम बाइबल की किताब में हम इतिहास को ऐसे पढ़ते हैं। ആമേ പുറപ്പാട് പുസ്തകം നിർഗമന കിതാബ് निर्गमन की किताब 32 അധ്യായത്തിൽ उसके 32वें अध्याय में നാം ഇങ്ങനെ വായിക്കുന്നു. हम ऐसा पढ़ते हैं, ദൈവത്തിന്റെ സഭയായ ഇസ്രായേൽ മക്കൾ ആമേൻ പാപം ചെയ്ത് വിഗ്രഹാരാധന ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. हम जानते हैं कि परमेश्वर की कलीसिया, परमेश्वर के लोग पाप करके उस संसार में चले गए थे। ആമേൻ എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയാണ് ഇവരെ ഒരുമിച്ച് ചേർക്കണം. बल्कि परमेश्वर की यही इच्छा थी, यही एक निर्णय था कि उनको फिर से इकट्ठा करना है। വിഗ്രഹാരാധന നീക്കി വിഗ്രഹങ്ങളെ നീക്കി ദേവാലയം പണിയണം. मूर्ति पूजा जो भी चीजों को हटाकर एक वहाँ पे आराधनालय बनाना है। ദൈവം പദ്ധതി ഒരുക്കി. परमेश्वर ने एक स्थान को खड़ा किया। മോശയെ വിളിച്ചു സീനായ് പർവ്വതത്തിലേക്ക്. सीनाई पर्वत पर मूसा को बुलाया। മോശ ഇപ്പോൾ ദൈവവുമായി സംസാരിക്കുന്ന സീനായ് മലയുടെ മുകളിൽ. सीने पहाड़ पर मूसा परमेश्वर से बात कर रहा है। മോശയെ ആമേ ദൈവം സ്വർഗം തുറന്നു കാണിക്കുന്നു. मूसा को परमेश्वर ने स्वर्ग खोल के दिखाया। മോശ ശ്രദ്ധയോടെ നോക്കിയപ്പോൾ കണ്ടത് मूसा ने जब ध्यान से उस बातों को देखा तो ദൈവത്തിന്റെ ആലയം ആരാധനയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. परमेश्वर का एक भवन, परमेश्वर का आराधनालय स्वर्ग में बनते हुए उसने देखा। മോശയോട് ദൈവം പറയുന്നു നീ ഇതുപോലെ ആരാധനാലയം പണിയണം. मूसा से परमेश्वर कहता है कि तुम इस तरह आराधनालय का निर्माण करना। സമാഗമന കൂടാരം പണിവാനുള്ള ദൈവിക പദ്ധതി ദൈവം കൊടുക്കുന്നു. മിലാപ്പ് വാല തമ്പു. मिलाप वाला तंबू बनाने के लिए परमेश्वर ने मूसा को सामर्थ्य देता है। ആമേ മോശ ആ ലക്ഷ്യവുമായി താഴേക്ക് നടന്നിറങ്ങി വരികയാ. मूसा वो आज्ञा पाकर नीचे उतर रहा है। ആമേൻ നമുക്ക് താഴെ ആരാധനാലയം പണിയണം. हमको नीचे आराधनालय को बनाना है। അന്യജാതികൾ അന്യ ദേവന്മാരെ ആരാധിപ്പാൻ വേണ്ടി ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്യുന്നു? ആമേ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക. हम जानते हैं कि नीचे जो परमेश्वर के लोग हैं वो सब मूर्ति बनाने के लिए अपने सामान को इकट्ठा कर रहे थे। പിശാചിന്റെ മണ്ഡലങ്ങൾ ദൈവസഭയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. शैतान का समूह परमेश्वर के लोगों को अलग करने का, तितर बितर करने का चाल चल रहा था। എന്നാൽ 36 അധ്യായത്തിൽ 2ാമത്തെ വാക്യം. हम जानते हैं कि 36वें अध्याय का 6वां वचन, दूसरा वचन, ദൈവം ആളുകളെ കൂട്ടി വരുത്തുന്നു. परमेश्वर अपने लोगों को इकट्ठा करता है। ആമേൻ ദൈവം ജനത്തെ കൂട്ടി വരുത്തുന്നു. परमेश्वर अपने लोगों को इकट्ठा करता ഈ है। വലിയ ആരാധനാലയമായ മിലാപ്പുവാല തമ്പു സമാഗമന കൂടാനും പണിയുവാൻ വേണ്ടി ബുദ്ധി ജ്ഞാനമുള്ള ബസലേൽ ഓർ ഒഹോലിയാവ് തുടങ്ങിയ ആമേ ദൈവത്തിന്റെ പണിക്കാരെ കൂട്ടി വരുത്തുകയാണ്. बसलेल और ओहेलिया को मिलकर यीशु मसीह ने सामर्थ्य दिया। आराधनालय मिलाप वाला तंबू बनाने के लिए परमेश्वर ने उनको सामर्थ्य दिया। മരുഭൂമിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ആമേൻ അവർ സമാഗമന കൂടാരം പണിതു. मरुभूमि में एक सामर्थ्य पाने के लिए उन्होंने मिलाप वाला तंबू को बनाया। ആമേൻ ലോകർ പറഞ്ഞു നിങ്ങൾ പണിയുകയില്ല. दुनिया वाले लोग कहते थे कि तुम नहीं बना पाओगे। അന്യജാതികൾ പറഞ്ഞു നിങ്ങൾ ദേവന്മാരെ ആരാധിക്കും. अन्य जाति लोग ये कह रहे थे कि तुम लोग मूर्ति पूजा करोगे। എന്നാൽ ദൈവം പറയും നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. परमेश्वर कहता है कि तुम परमेश्वर को, हम मुझे आराधना करोगे। മരുഭൂമിയിൽ എങ്ങനെ പണിയും? मरुभूमि में कैसे बनाएंगे? ആമേ കാണാത്ത ആരും കാണാത്ത ദൈവത്തിന്റെ ആരാധനാലയം പണിയുവാൻ ദൈവം ബസലേലിനും ഒഹോലിയാവിനും ബുദ്ധി നൽകിയെങ്കിൽ അഭിഷിക്തന്മാരെ 2025 നാം ഇതാവലെ ആത്മാവിൽ പറയാം ആമേൻ നാം ദൈവത്തോട് ചേർന്ന് പണിയും. कभी यीशु मसीह परमेश्वर को देखा नहीं था, वैसे बसलेल और आलय को देखा नहीं था। बसलेल और ओहलिया को परमेश्वर ने सामर्थ्य दिया कि उसका मिलाप वाला तंबू बनाया। तो इसी तरह हम आत्मा में भरकर हम कह सकते हैं कि हम मिलकर आज खड़े होंगे। ആമേൻ നിശ്ചയമായി നാം പണിയും. हम निश्चित रूप से हम बनाएंगे उसको। ആമേൻ നാം മരുഭൂമിയിൽ ദൈവത്തിന്റെ ആലയം പണിയും. हम निश्चित रूप से मरुभूमि में परमेश्वर का आराधनालय को बनाएंगे। നാം ഒരുമിച്ച് കൂടും. हम दोबारा इकट्ठा होंगे। നാം ഒരുമിച്ച് കൂടും. हम मिलकर इकट्ठा होंगे। നാം എസ്രയോട് കൂടെ ചേർന്ന് ഒരുമിച്ച് കൂടും. हम एज्रा के साथ मिलकर इकट्ठा होंगे। ആമേൻ നാം സെരുബ്ബാബേലോട് ചേർന്ന് ഒരുമിച്ച് കൂടും. हम जरुब्बाबेल के साथ इकट्ठा होंगे। നാം ഒഹോലിയാവിനോടും അഭിഷിക്തന്മാരോടും ചേർന്ന് ഒരുമിച്ച് നിൽക്കും. हम
हम बसलेल ओलिया और अभिषिक्त लोग के साथ मिलकर संगति ആമേ रखेंगे। പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒരുമിച്ച് കൂടി നാം ദൈവത്തിന്റെ ആലയത്തിന് പണി നടത്തും. पतरस और यूहन्ना और याकूब जैसे अभिषिक्त लोग के साथ हम परमेश्वर के आराधनालय को ആമേ निर्माण करेंगे। നിശ്ചയമായും ദേവാലയം പണിയുന്ന അഭിഷിക്തന്മാർ निश्चित रूप से परमेश्वर के आराधनालय को बनाने वाले अभिषिक्त അവൻ लोग, അവരോട് കൂടെ ഇരുന്നപ്പോൾ वो जब उनके साथ था। ദൈവമക്കളെ ഈ ദൈവിക ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ കൂടെ ഇരിക്കണം. अगर ये ऐसी बुद्धि ऐसी ज्ञान को पाना है तो परमेश्वर की संगति में बैठना होगा। ആമേ ദൈവസഭയെ പണിയുവാനുള്ള ദൈവശക്തി പ്രാപിക്കണമെങ്കിൽ നാം ഒരുമിച്ച് കൂടിയിരുന്നേ പറ്റൂ. अगर परमेश्वर के आराधनालय को बनाने के ज्ञान को प्राप्त करना है तो परमेश्वर की संगति में बैठना पड़ेगा। മരണത്തിന് മുമ്പ് കൂടെ ഇരുന്ന് നടന്നവൻ മരണത്തിന് ശേഷം ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരുമായി കൂടിയിരിക്കുന്നു. अगर मरने के पहले पुनरुत्थान के पहले जो शिष्य जो यीशु मसीह शिष्यों के साथ था वो पुनरुत्थान के बाद भी शिष्यों के साथ है। യേശുവിനോട് ചേർന്നിരുന്നാൽ ആമേ ദൈവസഭയുടെ പ്രധാന പണിക്കാരനായ ദൈവം നിന്നെ വാർത്തെടുക്കും. यीशु मसीह के साथ अगर तुम संगति रखोगे तो तुमको आराधनालय को फिर से पुनः निर्माण करने के लिए यीशु मसीह तुमको बदल देगा। ആമേൻ. ഈ ആത്മീയ കൂട്ടായ്മയിൽ യേശുവിനോട് അധികം ചേർന്നിരിക്കുന്നവരെ ദേവാലയത്തിന്റെ മുഖ്യ പണിക്കാരനെ ദൈവം മാറ്റുകയാ. इन संगतियों में जो मुख्य लोग होते हैं जो आराधनालय में आते रहते हैं उनको परमेश्वर अपने आराधनालय बनाने वालों में से मुख्य बनाएगा। അവരുമായി കൂടിയിരിക്കുമ്പോൾ उनके साथ अगर जब बैठेंगे യേശു പറയും നിങ്ങൾ ശക്തി പ്രാപിക്കും. यीशु मसीह कहता है तुम आशीष पाओगे। ആമേൻ. നിങ്ങൾ യെരൂശലേമിൽ ദേവാലയം പണിയും. तुम लोग यरूशलेम में आराधनालय को निर्माण ആമേൻ. നാം करोगे। വായിക്കുന്നു യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ ദൈവസഭയെ പണിയുന്നവരാണ്. हम जानते हैं कि यहूदिया में यरूशलेम और सामरी में दुनिया के छोर तक तुम आराधनालय को निर्माण करने वाले हो। ഇന്ന് രാവിലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. मैं आज की सुबह में ये बातों को कहकर समाप्त ആമേ. करूंगा। കർത്താവിനോട് കൂടെ ചേർന്നിരുന്നാൽ നിശ്ചയമായും നാം വലിയവ പണിയും. अगर परमेश्वर के साथ अगर हम संगति रखेंगे तो निश्चित रूप से परमेश्वर कलीसिया को निर्माण करेंगे। ശത്രു പറയും നീ ഒരുമിച്ച് കൂടരുത്. शत्रु जरूर कहेगा कि तुम इकट्ठा मत होना, ആമേ. നിങ്ങൾ ചിതറിപ്പോകുവീൻ. तुम तितर बितर हो जाओ। പക്ഷെ നാം ഇന്ന് രാവിലെ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു നാം ഒരുമിച്ചിരിക്കും. पर हम आज की सुबह हम आत्मा में ये बात घोषणा करते हैं कि हम फिर से इकट्ठा होंगे। നാം ചേർന്നിരിക്കും. हम फिर से इकट्ठा होंगे। നാം ഒരുമിച്ച് കരങ്ങൾ കോർത്ത് പിടിക്കും. हम मिलकर अपने हाथों को उठाएंगे। ചേർന്ന് പിടിക്കും. हम अपने हाथों को मिलाएंगे। ആമേ. നാം ഈ കൂട്ടായ്മ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. हम इस संगति को आगे बढ़ाते रहेंगे। നാം ഇങ്ങനെ കൂട്ടായ്മ നിരന്തരമായി കൂടി വരും. हम इस तरह लगातार हम इस संगति में बढ़ते जाएंगे। ആമേ. നാം ഒരുമിച്ച് ആത്മാവിനെ വളർന്നുകൊണ്ടേയിരിക്കും. हमें हम इसी तरह संगति में बढ़ते रहेंगे। ആമേ. അത്ഭുതങ്ങൾ നാം യെരൂശലേമിൽ ചെയ്യും. हम अद्भुत कार्य को यरूशलेम में करेंगे। ഉയർപ്പിന്റെ ശക്തിയെ നാം അധികമായി പ്രാപിക്കും. हम पुनः निर्माण करने के सामर्थ्य फिर से पाते रहेंगे। ഉയർപ്പിന്റെ ശക്തി അധികമായി നാം പ്രാപിക്കും. बेदारी की शक्ति हम वापस पाते रहेंगे। ആമേ. നമ്മിൽ ഭയമുള്ളവർ ബലം പ്രാപിക്കും. हमारे पास जो बलहीन है वो बलवान हो जाएंगे। അഭിഷേകത്തിന് കുറവുള്ള ആത്മാവ് നിറവിലേക്ക് മടങ്ങി വരും. जो आत्मा में जो कमजोर है उनको आत्मा में मजबूत कर पाएंगे। ദർശനമില്ലാത്തവർ ദർശനങ്ങളെ കാണും. जिनके पास दर्शन नहीं है वो दर्शन प्राप्त करेंगे। യെരൂശലേമിൽ നാം അത്ഭുതം ചെയ്യും. यरूशलेम में अद्भुत कार्य करेंगे। അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ वो जब उनके साथ बैठेगा। അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ वो जब उनके साथ बैठेगा। 1-ാം അധ്യായം 4-ാം വാക്യം നാം വായിച്ചു. पहले अध्याय का 4थी आयत हम पढ़े थे। 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിനും ഇതേ ശബ്ദം ആവർത്തിക്കുന്നുണ്ട്. पहले अध्याय का 6ठी आयत में यही बात को दोबारा कहते हैं। അവൻ അവരുമായി കൂടിയിരുന്നപ്പോൾ वो जब उनके साथ बैठा था। യേശു കൂടെ ഇരുന്നാൽ ബലഹീന ശക്തി പ്രാപിക്കും. यीशु मसीह अगर हमारे साथ है तो बलहीन बलवंत हो जाएगा। ദൈവദാസന്മാരെ, ദൈവമക്കളെ, അഭിഷിക്തന്മാരെ, കുഞ്ഞുങ്ങളെ, നാം ഈ ദിനങ്ങൾ ദൈവത്തോട് അടുത്തിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. प्रभु के दासों, आजकल के दिनों में हम परमेश्वर के सम्मुख बैठे हैं, ऐसा होने पाए। ഈ കൂട്ടായ്മയുടെ നടുവിലേക്ക് നടന്നു കയറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. इन संगीत में आगे बढ़कर इन बीच से आगे बढ़ने के लिए परमेश्वर में सहायता करे। നിൽക്കുന്ന സ്ഥാനത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും जहाँ हम लोग खड़े हैं वहाँ जो भी परिस्थितियां हो, ഈ കൂട്ടായ്മയുടെ ഹൃദയഭാഗത്ത് നാം ഇരിക്കും. इस संगति के जो हृदय में इस संगति में हम आगे बढ़ते रहेंगे। ഈ ആമേൻ കൂട്ടായ്മയുടെ മധ്യഭാഗത്ത് നാം തുറന്നുകൊണ്ടേയിരിക്കും. इस संगति का हम बीच से आगे बढ़ेंगे। ആമേൻ. നാം അവിടെ തുറന്നുകൊണ്ടേയിരിക്കും. हम इस बातों को आगे बढ़ाते रहेंगे। നിശ്ചയമായും നാം ചിതറിപ്പോകയില്ല. निश्चित रूप से हम अलग नहीं होने पाएंगे। രാവിലെ ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പറയാൻ പോകുന്നു. मैं आज की सुबह आत्मा में ये बात कहने वाला हूँ। ഈ കൂട്ടായ്മ തുടർന്നുകൊണ്ടേയിരിക്കും. ये संगति आगे बढ़ती रहेगी। ഈ കൂട്ടായ്മ തുടർന്നുകൊണ്ടേയിരിക്കും. ये संगति आगे बढ़ती ही रहेगी। നാം യെരൂശലേമിൽ ദേവാലയം പണിയും. हम यरूशलेम में आराधनालय का निर्माण നാം करेंगे। മരുഭൂമിയിൽ സമാഗമന കൂടാരം പണിയും. हम मरुभूमि में मिनाप वाला तंबू बनाएंगे। ആമേ. വീണ് കിടക്കുന്ന മതിൽ നാം വീണ്ടും പണിയും. हम टूटी हुई शहरपना को पुनः निर्माण करेंगे। ആലയം യെരൂശലേമിൽ ഉയർത്തി നാം ദൈവത്തെ ആരാധിക്കും. आराधनालय को उठा करके हम उसमें परमेश्वर की आराधना करेंगे। ദൈവം നമ്മെ പണിയുവാൻ വേണ്ടിയാണ് വിളിച്ചത്.
परमेश्वर ने हमको बनाने के लिए भेजा है। ആമേൻ. നാം ഒരുപാട് കാര്യങ്ങൾ പണിയും. हमको बहुत सारे कार्य को बनाना है। യേശു അവരുമായി കൂടിയിരിക്കുമ്പോൾ, यीशु मसीह जब उनके साथ बैठा था, ഉയർത്തെഴുന്നേറ്റ കർത്താവ് पुनरुद्धान हुआ यीशु मसीह, ആ മഹത്വമുള്ള ശരീരവുമായി, वो अपना अद्भुत शरीर को लेकर, മഹത്വമുള്ള മഹിമാസമായ महिमामय अपना शरीर को लेकर നേരെ സ്വർഗത്തിലേക്ക് പോയി ദൂതന്മാരുമായി ചേർന്നിരിക്കാതെ, सीधा अपने स्वर्ग में जाकर दूतों के साथ बैठने के बावजूद, ആമേൻ, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി മനുഷ്യരെ തിരയുക, തന്റെ ശിഷ്യന്മാരുമായി തിരയുക. संगति के लिए वो अपने नीचे अपने शिष्यों के साथ बैठता है। കാരണം ഇതാണ്, कारण ये है, അവർ ഭയമുള്ളവരാണ്. वो डरे हुए थे, അവർക്ക് ലക്ഷ്യത്തിൽ നിന്ന് അവർ ദൂരെ പോകുന്നു. वो अपने लक्ष्य से बिखर रहे थे। എന്നാൽ അവരെ ആ ലൈനിലേക്ക് കൊണ്ടുവരുവാനായി യേശു അവരെ കൂടെ നിൽക്കുകയാണ്. फिर से उनको सही मार्ग पे लाने के लिए यीशु मसीह उनके साथ बैठता है। യേശു അവരുമായി കൂടിയിരുന്നു. यीशु उनके साथ बैठता है। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारे साथ നമ്മുടെ है। കൂട്ടായ്മകൾ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. हमारे संगति में परमेश्वर के अद्भुत कार्य देखने पाए। ബലഹീന ശക്തി പ്രാപിക്കട്ടെ. बलहीन बलवंत में बदल जाए। ഒരു പ്രാവശ്യം കൂടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കിൽ നിർത്തും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. एक और बार सारे बातों के लिए मैं धन्यवाद करके अपनी बातों को समाप्त करूंगा।